കർത്താവിന് സ്തോത്രം. എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായിത്തീരട്ടെ. കർത്താവിൻ്റെ മഹത്വം നാം അറിവാനിടയായിത്തീരട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എല്ലാ ദൈവമക്കൾക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ മേൽ ദൈവസാന്നിധ്യം വെളിപ്പെടട്ടെ. പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവെ, ഒരു ദിവസം കൂടെ കാണുവാൻ തക്കണം, ഒരു നല്ല ജീവിതാനുഭവങ്ങൾ കൂടെ കേൾക്കുവാൻ തക്കണം. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ സാവകാശത്തിനായ സ്തോത്രം. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ലൈവായിട്ടും പിന്നീട് യൂട്യൂബിലൊക്കെ ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. തിരുസാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണം. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിക്കണം. കർത്താവെ, ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ ദാസനായ സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തോന്നണം. അവിടുന്ന് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ്, സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കുറവശങ്ങളെ ക്ഷമിച്ചാട്ട് ദൈവമഹത്വം വെളിപ്പെടുത്തിക്കാട്ടെ. അങ്ങനെ സംഭവിച്ചിരിക്കൽ സ്തോത്രം. സകലമാന മുഖത്തോടത്തേക്ക് യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, 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 അമേൻ. ഒരു പ്രാവശ്യം കൂടെ ആസാദിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷനാണ് ഇന്നും നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ബാംഗ്ലൂരിൽ നിന്ന് പാസ്റ്റർ ജീവൻ സാം. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ കർത്താവിൻ്റെ ദാസനെ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്. ലൈവിലാണ്. സ്തോത്രം. ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്റർ ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഞങ്ങളോടൊപ്പം വന്നതിൽ. ദൈവത്തിന് സ്തോത്രം. ബാംഗ്ലൂർ അല്ലേ പാസ്റ്ററെ? അതെ, ബാംഗ്ലൂരാണ്. ഓക്കെ. വർഷങ്ങളായോ ബാംഗ്ലൂർ ആയിട്ട്? യെസ്, ഞാൻ ഓൾമോസ്റ്റ് 24 years ആകുന്നു ബാംഗ്ലൂർ കഴിഞ്ഞു. ദൈവത്തിന്റെ കൃപയാൽ 24 എന്ന് പറഞ്ഞാൽ 2001 ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് എത്തിയത്. അപ്പൊ 23 years ഓവർ ആയിട്ടുണ്ട്. ദൈവത്തിന്റെ മഹാകരുണയാൽ ഈ പട്ടണത്തിൽ ആയിരിക്കാൻ ദൈവം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി മലയാളികളൊക്കെ ഉള്ള ഒരു പട്ടണമാണ് ഇപ്പം ബാംഗ്ലൂർ അല്ലേ? അതെ അതെ അതെ. മലയാളികളെ ഒത്തിരി ചർച്ചസ്, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പട്ടണമാണ്. ഞാൻ 1-2 പ്രാവശ്യം ബാംഗ്ലൂരിൽ വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ജനിച്ചു വളർന്നൊക്കെ എവിടെയാ? ഞാൻ ആക്ച്വലി ജനിച്ചു വളർന്നത് എൻ്റെ സ്വന്തം സ്ഥലം കായംകുളത്തിന് കിഴക്കോട്ട് പോകുമ്പോൾ അടൂരിലേക്കുള്ള റൂട്ടിലെ ചാരുമൂട് എന്ന് പറയും. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ വേടരപ്ലാവ് എന്ന് പറയുന്ന സ്ഥലമാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ വിദ്യാഭ്യാസമൊക്കെ ആ ഏരിയയിലായിരുന്നു. അതിനുശേഷം ഞാൻ കായംകുളത്തേക്ക് IT പഠിക്കാൻ പോയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനൊരു സാഹചര്യം ദൈവമായ കർത്താവ് ഒരുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കുടുംബ പശ്ചാത്തലമൊക്കെ ഒരു വിശ്വാസ കുടുംബമായിരുന്നോ? ഏതൊരു തരത്തിലുള്ള ഒരു കുടുംബ പശ്ചാത്തലമായിരുന്നോ? അല്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കർത്താവിനെ അറിയുവാനിടയായത്. അത് തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. ഒരു രോഗത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് സൗഖ്യമാക്കി കർത്താവ് എന്നെ ദൈവത്തിന്റെ മഹത്വമേറിയ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചു വേർതിരിക്കുന്നത്. മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ? എനിക്ക് പപ്പയും മമ്മിയും ഞങ്ങള് 3 മറ്റു ബ്രദേഴ്സ് എനിക്കുണ്ട്. 4 ആൺമക്കളാണ് കുടുംബത്തിൽ. അതിൽ 2ാമത്തെ ആളാണ് ഞാൻ. എൻ്റെ പപ്പ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. എൻ്റെ മമ്മി എൻ്റെ കൂടെ ഇവിടെ ബാംഗ്ലൂരുണ്ട്. ഇപ്പോൾ ഒരു സഹോദരനെ നിലവിലുള്ളൂ. അദ്ദേഹം ഇപ്പോൾ വിശ്വാസത്തിലല്ല, പക്ഷെ അദ്ദേഹം രോഗസൗഖ്യത്തിലൂടെ വിശ്വാസത്തിലേക്ക് വന്നെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ അവർ പിന്മാറ്റാനുഭവത്തിൽ ആയിരിക്കുന്നു. പക്ഷെ എൻ്റെ പപ്പയും അമ്മയും വിശ്വാസത്തിൽ വന്നു. അവര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പിന്നീട് ബന്ധുക്കളുടെയൊക്കെ ഇൻഫ്ലുവൻസ് കാരണം അവർ പിന്മാറ്റത്തിലേക്ക് പോയി. എങ്കിലും എൻ്റെ മമ്മിയെ ഞാൻ ഏജ് ആയതുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ 86 വയസ്സിൽ അധികം പ്രായമുണ്ട്. എൻ്റെ കൂടെ ബാംഗ്ലൂരിലെ എൻ്റെ ഭവനത്തിൽ സ്റ്റേ ചെയ്യുന്നു. ആരോഗ്യത്തോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ കൃപയാൽ ദൈവം അങ്ങനെ നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പേരിനെ കുറിച്ച് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ജീവൻ സാം വളരെ വ്യത്യസ്തതയുള്ള ഒരു പേരാണ്. പാസ്റ്റർ ഒരു ഹിന്ദു പശ്ചാത്തലമാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ആ ജീവൻ എന്നുള്ള പേരൊക്കെ അത് ഞാൻ രോഗസൗഖ്യം പ്രാപിച്ച് വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് തന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ തിരുവചനമൊക്കെ പഠിച്ച്
പ്രത്യേകമായ ദൈവത്തിന്റെ വിടുതലോടെ ആ അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് തന്നെ ഒരു തോന്നലുണ്ടായതിനു ശേഷം ഞാൻ തന്നെ ന്യൂസ് പേപ്പറിൽ ഇട്ടതിന് ശേഷം ഒഫീഷ്യലായിട്ട് ആ പേര് ഞാൻ ചേഞ്ച് ചെയ്തതാണ്. എന്റെ ഒഫീഷ്യൽ നെയിം സാംബശിവൻ എന്നാണ്. ആ, വീട്ടിലെ രണ്ടാമത്തെ മകനായി ഞാൻ ജനിച്ചു. എന്റെ ആ സൗഖ്യം ദൈവം തന്നതിന് ശേഷം ഒരു പ്രത്യേക സന്ദർഭത്തിൽ കർത്താവ് ഉള്ളിൽ വന്നപ്പോൾ, ജീവനുള്ളവനായി തീർന്നപ്പോൾ, ആ ജീവന്റെ അനുഭവം എന്നിലേക്ക് വന്നപ്പോൾ, പിന്നീട് അത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അതൊരു പ്രശ്നമാകരുതെന്ന് ചിന്തിച്ച് ഞാൻ തന്നെ ഒഫീഷ്യലായിട്ട് ജീവൻ സാം എന്നുള്ള പേര്, എന്റെ പഴയ നെയിമിന്റെ ആരംഭ ഭാഗം കൂടെ സാംബശിവൻ എന്നുള്ളതോടെ ചേർത്ത് സാം എന്നുള്ള ഇട്ടതിന് ശേഷം ക്രിസ്തു ഉള്ളിൽ വന്നപ്പോൾ ജീവൻ വീണു. അങ്ങനെ ഞാൻ ആ പേര് മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം എന്റെ ഉള്ളിലുണ്ടായിട്ട് ഞാൻ തന്നെ ഒഫീഷ്യലി അത് ന്യൂസ് പേപ്പറിലൊക്കെ ഇട്ട് കർണാടക ഇവിടെ ബാംഗ്ലൂർ വന്നതിന് ശേഷം ലോക്കൽ പത്രത്തിലും മറ്റ് ലീഡിംഗ് ന്യൂസ് പേപ്പറിലും ഇട്ടതിന് ശേഷം ഒഫീഷ്യലായിട്ട് ചേഞ്ച് ചെയ്ത് പിന്നീട് ഞാൻ എന്റെ ആധാർ കാർഡിലും എന്റെ റെക്കോർഡിലേക്കൊക്കെ ആ പേര് ഞാൻ മാറ്റി. അങ്ങനെ ചെയ്തതാണ്. എനിക്കൊരു പുതിയ അറിവാ പാസ്റ്ററെ. അത് നമ്മൾ സാധാരണ ശാമുവേലിന്റെ ഷോർട്ട് ഫോം ആയിട്ട് സാം എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ സാംബശിവനും അങ്ങനെ സാമോ എന്നുള്ളൊരു സ്കോപ്പ് ഉണ്ടെന്നുള്ളത് ഇന്നാണ് മനസ്സിലായത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. പാസ്റ്റർ, അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ കേൾക്കണമെന്ന്. കാരണം എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന ബിജു ബ്രദർ അല്ലേ? എബ്രഹാം വർഗീസ് ബിജു ബ്രദർ എന്നോട് പറഞ്ഞു നല്ലൊരു അനുഭവമാണ് എന്ന് പറയാനിടയായി തീർന്നപ്പോൾ അത് മുഴുവൻ കേൾക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇനി സമയം ഒട്ടും നഷ്ടപ്പെടുത്താതെ പാസ്റ്റർക്ക് സമയം തരിക. അനുഭവങ്ങളെല്ലാം പറയാൻ കേട്ടോ, കേൾക്കാൻ ഞാൻ റെഡിയാ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ശരി പാസ്റ്ററെ, കണ്ടിന്യൂ ചെയ്യാം. പാസ്റ്റർക്ക് ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം, എല്ലാം കേൾക്കാൻ റെഡിയാ. വാസ്തവത്തിൽ എന്റെ യവന പ്രായം എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ടൈമിൽ എന്റെ ചെറിയ പ്രായം മുതൽ ഞങ്ങളുടെ അവിടെയുള്ള ലോക്കൽ സ്കൂളിലൊക്കെ ഞാൻ പഠിച്ചു. UP സ്കൂൾ, അത് കഴിഞ്ഞ് ഞങ്ങളുടെ കറ്റാനം കഴിഞ്ഞ് വരുമ്പോ കരിമളക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു VVHS സ്കൂൾ ഉണ്ട്. അവിടെയാണ് എന്റെ ഹൈസ്കൂൾ എഡ്യൂക്കേഷനൊക്കെ. പക്ഷെ ഹൈസ്കൂൾ എഡ്യൂക്കേഷനിൽ എന്റെ പഠനവേളയിൽ ഞാൻ വളരെ ഉഴപ്പനായിരുന്നു പറയാം. എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ഒരു മൈൻഡ് ഒക്കെ വ്യത്യസ്തമായിരുന്നു. 9ാം ക്ലാസ് കഴിഞ്ഞു. എന്റെ പപ്പ മംഗലാപുരം ഹാർബറിൽ ഒരു ഷിപ്പിലായിരുന്നു ജോലി. അദ്ദേഹം മാസത്തിൽ ഒരിക്കലാണ് വീട്ടിൽ വരാറുള്ളത്. അദ്ദേഹം വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ് വരാറുള്ളത്. കാരണം തന്റെ സ്വഭാവ രീതികളും ഒക്കെ അങ്ങനെ ആയതുകൊണ്ട്. എന്നാൽ അമ്മയാണ് ഞങ്ങളെ 4 മക്കളെയും വളർത്തിയത്. വളരെ കഷ്ടപ്പെട്ട് അമ്മ ഞങ്ങളെ നോക്കി. അപ്പോൾ തന്നെ പപ്പ ട്യൂഷൻ വിടാനൊക്കെ അറേഞ്ച് ചെയ്തു. അങ്ങനെ 10ാം ക്ലാസ്സിലൊക്കെ എന്റെ പഠനം വളരെ ഉഴപ്പി എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഒന്നും നല്ല റിസൾട്ട് വരാൻ പറ്റാത്ത രീതിയിൽ പലതിലും ഫെയിലായി പരാജയത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി തീർന്നു. സ്കൂളിലെ മെയിൻ എക്സാം ടൈമിനൊക്കെ ഞങ്ങൾ അവിടെ റബ്ബർ തോട്ടമുണ്ട്, അതിനകത്ത് ചെറിയ ചെറിയ പൈസ വെച്ചുള്ള കളിയും എന്ന് പറഞ്ഞാൽ അത് ഉചിതമാകുന്ന രീതിയിൽ എഡ്യൂക്കേഷന് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. എന്റെ ചില കൂട്ടുകാരും ഞങ്ങളുടെ ഒരു ഗ്യാങ്ങും അങ്ങനെ ആയിരുന്നു. എന്നാൽ വീട്ടിൽ ഇതൊന്നും അറിയാൻ ആരും തിരക്കാനോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം അട്ടർലി ഫെയിൽഡ് ആയി. പലതരത്തിൽ വിദ്യാഭ്യാസം മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ കൂട്ടുകെട്ടും ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ആയതുകൊണ്ട് വളരെ പ്രയാസകരമായ രീതിയിലായിരുന്നു അതങ്ങോട്ട് മുന്നോട്ട് പോയത്. അതിനുശേഷം ഞാന് പിന്നീട് 10th കഴിഞ്ഞു. പാസ്സാകാൻ ബുദ്ധിമുട്ടായിരുന്നു, പലപ്പോഴും ഫെയിലായി. വീണ്ടും ഞാൻ എൻ്റെതായുള്ള രീതിയിൽ പ്രയത്നത്തോടെ സ്വന്തമായി തന്നെ പഠിച്ചത് പാസ്സായി. അതിനുശേഷം എനിക്ക് ഒരു ജോലി വേണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ ആ ജോലിക്ക് വേണ്ടിയുള്ള ഒരു IT കോഴ്സ് ഞാൻ കായംകുളത്ത് പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് അങ്ങനെ തിരിച്ച് ഞാൻ വീണ്ടും ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു. എന്റെ അപ്പാപ്പന്റെ ഭവനത്തിലേക്ക് ഞാൻ പോയി കൊല്ലത്ത്. അവിടെ നിന്ന് പിന്നീട് ഞാൻ മിലിറ്ററിയിലെ ജോലിക്ക് വേണ്ടിയുള്ളതായ ആഗ്രഹത്തോടെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള പേപ്പറിൽ വന്ന ന്യൂസ് അനുസരിച്ച് ഞാൻ പോയി. അങ്ങനെ ട്രിവാൻഡ്രത്ത് പാങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എനിക്ക് മിലിറ്ററിയിലേക്ക് ഇന്ത്യൻ ആർമിയിൽ EMA ടെക്നിക്കൽ ട്രേഡിലെ സെലക്ഷനായി ബാംഗ്ലൂരിലേക്ക് ട്രെയിനിങ് വരേണ്ട ഒരു സമയത്തിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഈ ബാംഗ്ലൂരിലെ ട്രെയിനിങ്ങിലേക്ക് വരേണ്ട സാഹചര്യത്തിൽ ആ ട്രെയിനിങ്ങിന് ഞാൻ പാങ്ങോട്ട് പോകുമ്പോൾ അവിടെ വെച്ച് ഭയങ്കര അനുഭവങ്ങൾ ഉണ്ടാകാനിടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ റിക്രൂട്ട്മെന്റിന് പോകുമ്പോൾ അതിന്റെ തലേ ദിവസം ചെല്ലണം അവരുടെ
ഇതനുസരിച്ച് പേപ്പറിൽ കണ്ട പരസ്യം അനുസരിച്ച് ചെന്നു. അപ്പോൾ ആ തലേ ദിവസം ചെല്ലുമ്പോൾ പാങ്ങോടിൽ നിന്ന് കുറച്ചുകൂടെ കിഴക്കോട്ട് പോകുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു റിട്ടയർഡ് ഇൻസ്പെക്ടർ ഉണ്ട്. അദ്ദേഹം വിശ്വാസിയായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ആ അപ്പച്ചനെ. അദ്ദേഹം IPCയിലെ ഒരു ശുശ്രൂഷകനായിട്ടൊക്കെയാണ് അവസാനം ശുശ്രൂഷകളുടെ ബന്ധത്തിൽ തന്നെ ദൈവം വേർതിരിച്ചു. പക്ഷെ എനിക്ക് സ്റ്റേ ചെയ്യാൻ ഒരു വീട് വേണമായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടൊരു അനുഭവമാണ്. അവിടേക്ക് റിക്രൂട്ട്മെന്റിന് പോകാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ അപ്പാപ്പന്റെ വീട്ടിൽ നിന്ന് മേടിച്ചു തന്ന ഒരു സൈക്കിൾ ഞാൻ വിറ്റിട്ട് അതിന്റെ പൈസയും കൊണ്ടാണ് ഞാൻ റിക്രൂട്ട്മെന്റിന് പോകുന്നത്. അങ്ങനെ സ്റ്റേ ചെയ്യാൻ അധികം പൈസ ഇല്ലാത്തതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റില്ല അന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് ഞാൻ ഒരു ചർച്ചോ വിശ്വാസിയുടെ വീടോ തേടി ഞാൻ ആ പാങ്ങോട് നിന്ന് നേരെ കിഴക്കോട്ട് കടന്നുപോയി. അവിടെ ചെന്ന് അവസാനം ഒരു വിശ്വാസി എന്നുള്ള പേര് തോന്നുന്ന തരത്തിലൊരു വീട് കണ്ടു. അവിടെ ഞാൻ നോക്ക് ചെയ്തു. ആ ഗേറ്റ് തുറന്ന് അവരെന്നെ പ്രവേശിപ്പിച്ച് ഞാൻ ഷെയർ ചെയ്തു. അപ്പൊ അപ്പച്ചനോടില്ല, കുമ്പനാട് ഏതോ ഒരു മീറ്റിങ്ങിന് പോയിരിക്കുക. അത് കഴിഞ്ഞ് അവിടുത്തെ അമ്മച്ചി എന്നെ സ്നേഹത്തോടെ അവിടെ സ്വീകരിച്ചു. ഞാൻ ഇങ്ങനെ വന്നതാണെന്ന് പറഞ്ഞു, എന്റെ സാഹചര്യം പറഞ്ഞു. വളരെ സന്തോഷത്തോടെ അപ്പച്ചൻ വരും, നമുക്ക് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് അപ്പച്ചൻ വന്നു. അതേ ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ ആയിരുന്നു. ആ വീട്ടിൽ എനിക്ക് സ്വാഗതമായിരുന്നു. വാസ്തവത്തിൽ അന്ന് തന്നെ ഞാൻ ചിന്തിക്കുകയാണ്, ഒരു അപരിചിതൻ വന്ന് രാത്രിയിൽ ഗേറ്റ് തുറക്കുമ്പോൾ അവര് കതവ് തുറന്നു തരുന്ന എങ്ങനെയാണെന്നൊക്കെ ഇപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ അപ്പച്ചൻ മരിച്ചുപോയി, കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു അപ്പച്ചനായിരുന്നു. അവിടെ രാത്രി ഞാൻ അവിടെ കിടക്കുമ്പോൾ എന്നോട് ഒത്തിരി ദൈവവചനം ഷെയർ ചെയ്തു. സുവിശേഷ വേലയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എനിക്ക് കിട്ടി. അങ്ങനെ ആ അപ്പച്ചൻ എനിക്കൊരു ബൈബിൾ കൈമാറി. അദ്ദേഹത്തെ കാണണമെന്ന് എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ അപ്പച്ചന്റെ ഒരു ഇൻസ്പെക്ടർ ജോൺ എന്നായിരുന്നു ആ അപ്പച്ചന്റെ പേര്. സ്നേഹത്തോടെ എനിക്ക് അന്ന് ഡിന്നറൊക്കെ തന്നു, കിടന്നുറങ്ങി. അതിരാവിലെ ഞാൻ അവിടുന്ന് ഫ്രഷ് ആയി ഈ പാങ്ങോട് മിലിറ്ററി സെന്ററിലേക്ക് നടന്നു ചെന്നു. ആദ്യമേ 2.5 മീറ്റർ ഓട്ടമായിരുന്നു. അതില് ഒത്തിരി പേര് വീണു, ഒത്തിരി പേരുടെ മുഖം കാലൊക്കെ പൊട്ടി. എങ്കിലും കർത്താവ് എന്നെ അതിൽ പാസ്സാക്കി. പക്ഷെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മിലിറ്ററി ജോലി ചെയ്യണമെന്ന്. പക്ഷെ സംഭവിച്ചതൊക്കെ ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് വിരുദ്ധമായിരുന്നു. കാരണം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു, വീട്ടുകാരോട് പറഞ്ഞ് സന്തോഷമായി. പക്ഷെ പെട്ടെന്ന് ഒരു രാത്രി ബൈബിള് വായിച്ച് ധ്യാനിക്കുമ്പോൾ ശക്തമായ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ എന്റെ ഹൃദയത്തിലുണ്ടായി. ആ ശബ്ദം ഇന്നും ഞാൻ ഓർക്കുന്നത് ഭയങ്കര ശബ്ദമായിരുന്നു. നിന്നെ ഞാൻ ജാതികളിൽ നിന്ന് വിളിച്ച് രോഗസൗഖ്യം തന്ന് വേർതിരിച്ചു. നിന്നെപ്പോലെ അനേകർ അജ്ഞതയിൽ കിടക്കുന്നു, അവരെ ഈ സത്യം അറിയിക്കാൻ തെരഞ്ഞെടുത്ത ഒരു പാത്രമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ആർമിയിൽ ജോലിക്ക് വേണ്ടി നീ ജോയിൻ ചെയ്താൽ ട്രെയിനിങ് പീരീഡിൽ അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ ഒരു വെടിയുണ്ട കൊണ്ട് നിന്റെ ജീവിതം അവിടെ അവസാനിച്ചേക്കാം. പക്ഷെ ഞാൻ നിന്നെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്വർഗീയ പട്ടാളത്തിലേക്കാണെന്നുള്ള ഒരു ശബ്ദം ആ ഇന്റർവ്യൂ കഴിഞ്ഞു. ഞാൻ വീട്ടിലിരുന്ന് ബൈബിൾ വായിക്കുമ്പോൾ ഒരു രാത്രി എന്നോട് ഇടപെട്ടു. ആ ശബ്ദമാണ് എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ ഒരു പ്രേരകമായത്. അതിനുശേഷം ഭയങ്കര സംഭവ വികാസങ്ങളാണ് വീട്ടിലുണ്ടാകുന്നത്. വീട്ടുകാരെതിരായി, ചാർച്ചക്കാര്, ബന്ധുക്കളൊക്കെ എതിരായി. എങ്കിലും എന്റെ ദൈവം എന്നെ കേൾപ്പിച്ച ശബ്ദം എനിക്ക് വളരെ ദൃഢമായിരുന്നു. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ഇനി ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അത് കർത്താവിന്റെ വേലയായിരിക്കുന്നു. അങ്ങനെയാണ് ബൈബിൾ കോളേജിൽ പഠിക്കാനുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വരുന്നത്. പക്ഷെ അതിനു മുമ്പ് എൻ്റെ അച്ഛന്റെ അമ്മാച്ചന്റെ ഒരു വീട് അടൂര് തട്ടയിലുണ്ടായിരുന്നു. അവിടേക്ക് ഞാൻ ചെന്നു. ഈ മിലിറ്ററിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സാഹചര്യമാണത്. പക്ഷെ അവിടുന്ന് ദൈവവചനം എൻ്റെ ഉള്ളിലേക്ക് അവർ പറഞ്ഞു തന്നിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു അച്ഛൻകുഞ്ചാന്, ഞങ്ങളുടെ അച്ഛന്റെ അമ്മാച്ചൻ, അദ്ദേഹമൊക്കെ എന്നോട് വന്ന് കുറച്ചു നേരം ദൈവവചനം ഇരുന്ന് ഷെയർ ചെയ്ത് വ്യക്തമായിട്ട് ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞു തന്ന ഒരു അനുഭവം എനിക്കുണ്ട്. അത് ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞാണ് ഞാൻ ഈ കായംകുളത്ത് എൻ്റെ അച്ഛന്റെ പെങ്ങൾ അപ്പച്ചിയുടെ വീട്ടിൽ നിന്ന് ഈ മെക്കാനിക്കൽ IT പഠിക്കുമ്പോൾ അവിടെ എൻ്റെ അടുത്തുള്ള ഒരു ചർച്ചുണ്ട്, IPC എബനേസർ, പെരിങ്ങാല IPC. ഇന്നും ആ ചർച്ചുണ്ട്. അവിടെ ജോർജ് കുട്ടി പാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു കർത്തൃദാസനാണെന്ന് ശുശ്രൂഷ വരുന്ന പ്രായമുള്ള ഒരു അപ്പച്ചൻ. പക്ഷെ അവിടെ ഈ വീട്ടിൽ നിന്നുകൊണ്ട്, എൻ്റെ ആന്റിയുടെ വീട്ടിൽ നിന്നുകൊണ്ടായിരുന്നു ഞാൻ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ഈ ചർച്ചിന്റെ മുമ്പിലൂടെ സൈക്കിളിൽ പോവുകയും വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ആവശ്യമില്ലാത്ത നടപടിക്രമങ്ങളിലൊക്കെ സ്മോക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു അന്ന്. പക്ഷെ എന്നാൽ ഇങ്ങനെ പോകുമ്പോൾ ഈ ചർച്ച ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ അതിന് പിന്നിൽ പണ്ട് വീണ ദൈവവചനം തട്ടയിൽ പോകുമ്പോൾ അതെന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ചെറിയ പനിയും തലവേദനയാൽ ബാധിക്കപ്പെട്ട്
ഈ ആന്റിയുടെ വീട്ടിൽ ഞാൻ കിടക്കുന്നത്. ചില ദിവസങ്ങൾ തള്ളിവിടുകയാണ്. വ്യാഴം, വെള്ളി, ശനി, ഞായർ 4-ാമത്തെ ദിവസം വരെ ഞാൻ എത്തപ്പെടുകയാണ് ഈ പനിയും തലവേദനയായിട്ട്. അങ്ങനെ കിടന്നാകെ ഞാൻ ആകെ കൂടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി, അത്രമാത്രം അസഹനീയമായ ശരീരവേദനയും തലവേദനയും പനിയും കൂടി എഴുന്നേക്കാൻ വയ്യാത്ത ഒരു അവസരത്തിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. 4-ാമത്തെ ദിവസം ഒരു സൺഡേയാണ്. ഈ സൺഡേയിലാണ് എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം വെച്ച് സ്റ്റക്കായി പാരലൈസ്ഡ് ആയിട്ട് മാറ്റപ്പെടുക. എഴുന്നേക്കാൻ പറ്റുന്നില്ല. അതൊരു വല്ലാത്ത വേദനാജനകമായ സാഹചര്യമായിരുന്നു. അപ്പോൾ എന്റെ അപ്പച്ചി വന്ന് 2-3 ദിവസം കൊണ്ട് വിളിക്കുക, നമുക്ക് ആശുപത്രി പോകണം, ഇങ്ങനെ കിടന്നാൽ പറ്റില്ല, പ്രശ്നമാകും, ഓട്ടോ പിടിക്കാം, നമുക്ക് വരണം എന്നൊക്കെ പറഞ്ഞു, പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഭയങ്കര പിടിവാശിയായിരുന്നു ആ ഏജിൽ. അതുകൊണ്ട് ഞാൻ അതിനൊന്നും തയ്യാറാകാതെ അവിടെ കിടന്നു. അങ്ങനെ ഇത് 1989 ഒരു ഏപ്രിൽ മാസമാണ് ഈ സംഭവം നടക്കുന്നത്. സൺഡേയിൽ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല. പക്ഷെ എഴുന്നേക്കാൻ കഴിയാതെ കരഞ്ഞ് കരഞ്ഞ് തലണയൊക്കെ നനഞ്ഞു കിടക്കുകയാണ്. അവിടെ അപ്പച്ചിയുണ്ട്, 3 മക്കളുണ്ട്. അപ്പച്ചിയുടെ ഹസ്ബൻഡ്, എന്റെ അമ്മാവൻ, ഗൾഫിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ആ കുഞ്ഞുങ്ങളൊക്കെ ചെറുതാണ്, അവര് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ രാവിലെ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ എഴുന്നേക്കാൻ കഴിയാതെ ആകെ മൊത്തം ഞാൻ ഭാരപ്പെട്ടു. നിരാശനായി ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കിടക്കുമ്പോഴാണ് യേശു നല്ലവൻ, യേശു നല്ലവൻ എന്നുള്ള പാട്ട് ആ IPC ചർച്ചിൽ നിന്നുള്ള സൺഡേ സ്കൂളിന്റെ പാട്ട് ട്രം അടിച്ച്, അന്നത്തെ കാലത്ത് ട്രമ്മുണ്ട്, ആ ട്രം അടിച്ച് ഞാൻ കേട്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേക്കാൻ ശ്രമിക്കുക വീണ്ടും. പക്ഷെ എഴുന്നേക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് എന്റെ ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നുള്ള ആ തട്ടിൽ നേരത്തെ പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ ആ സുവിശേഷകര്, അപ്പച്ചന്മാരും എന്നോട് പറഞ്ഞ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിന്റെ ഇടയിൽ അച്ചമുച്ചാൻ എന്ന് പറയുന്ന ഒരു അച്ചാൻ, ഇന്ന് കർത്താവിൽ നിദ്ര പ്രാപിച്ച് അദ്ദേഹം വിശ്രമിക്കുന്നു. ആ അച്ചായൻ കുറെ നേരം ഇരുന്ന് എന്റെ അപ്പച്ചനുമായിട്ട് സുവിശേഷം പറഞ്ഞ ആ സാഹചര്യം, അവന്റെ ജീവിതത്തിലേക്ക് കയറി വന്നു. അന്ന് വിതച്ച ആ വചനം എന്റെ ഉള്ളിൽ ആ രോഗക്കിടക്കയിൽ യേശുവിന്റെ സൗഖ്യം അനുഭവിപ്പാൻ ഒരവസരമായി ദൈവം ഒരുക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട്, യേശുവെ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ ഒത്തിരി പാപപ്രവൃത്തി ചെയ്തു, വേണ്ടാത്ത വഴിയിൽ നടന്നു, എന്റെ യൗവനം അങ്ങനെയായി തീർന്നു, എന്നോട് ക്ഷമിക്കണം. അങ്ങ് പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്ന ഏക രക്ഷകനും കർത്താവുമാണെന്ന് ഞാൻ പൂർണ്ണമായി അംഗീകരിച്ച് എന്റെ ഹൃദയം, എന്റെ ജീവിതം അങ്ങയ്ക്ക് വേണ്ടി വിട്ടുതരുന്നു. ഇനി ഞാൻ പാപവഴിയിൽ പോവുകയില്ല. എന്റെ ഈ രോഗത്തിന് സൗഖ്യം അങ്ങ് തരുന്നെങ്കിൽ ഞാൻ അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യും. അടുത്ത ദിവസങ്ങൾ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ആ ചർച്ചിൽ പോയി സാക്ഷ്യം പറഞ്ഞു. ഇത്രയും പറഞ്ഞ് എന്തിനു പറയുന്നു, കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഞാൻ വേദന കാരണം ഉറങ്ങിയിട്ടില്ല. 4-ാമത്തെ ദിവസമാണ് ഈ സ്റ്റക്കായി കിടക്കുന്ന അവസരത്തിൽ ഈ പാട്ട് കേട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ഞാൻ നല്ല ഉറക്കമായി ദൈവദാസനെ. ഒരു 11:30-12 മണി വരെ നല്ല ഉറക്കമായി. ഈ ഉറക്കം നല്ല രീതിയിൽ പോകുന്ന ഒരു 11:30-11:45 അപ്രോക്സിമേറ്റ്ലി ആ സമയം എന്റെ ശരീരത്തിന്മേൽ ഒരു വെള്ള കര നീട്ടി വന്ന് തൊടുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ആ അനുഭവം സൂര്യനെ വെല്ലുന്ന ഒരു ശോഭയായിരുന്നു. അതൊരു ഇലക്ട്രിസിറ്റി ഷോക്ക് പോലെ എന്റെ ശരീരത്തിന്റെ ഉടനീളം വ്യാപരിച്ചു. ആ സൗഖ്യം എന്റെ തല മുതൽ പാദം വരെ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ നടന്ന സംഭവം, ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ബെഡ്ഷീറ്റ് വലിച്ചു മാറ്റി എറിഞ്ഞിട്ട് യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുന്നു. എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. എനിക്കൊരു പാപബോധം വരികയാണ്. വളരെ ശക്തമായ ഒരു ദൈവ സാന്നിധ്യം ആ റൂമിനകത്ത് അനുഭവിക്കുക. ഈ ചാടി എഴുന്നേറ്റ് റൂമിലേക്ക് ചാടി നടക്കുമ്പോൾ എന്റെ അടുത്ത റൂമിൽ നിന്ന് എന്റെ അപ്പച്ചി ഓടി വന്ന് ആ ഡോറിന്റെ അടുക്കൽ നിന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നാ പറ്റി? കാരണം അപ്പച്ചി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിച്ചണിൽ തയ്യാറായിക്കൊണ്ടിരിക്കുക. 3 ബെഡ്റൂമുള്ള വലിയൊരു വീടാണ്. ഓടി വരുമ്പോൾ ഞാൻ അപ്പച്ചിയോട് പെട്ടെന്ന് പറയാണ്, യേശു എന്നെ തൊട്ടു, സൗഖ്യമായി. ഞാൻ നോക്കുക, എന്റെ കൈയും കാലും എല്ലാം ഞാൻ ചലിപ്പിച്ചു, ഹല്ലേലൂയ ഹല്ലേലൂയ എന്നൊക്കെ പറയും. അപ്പൊ എടുത്ത വായിൽ എന്റെ അപ്പച്ചി പറയാണ്, നിനക്ക് വട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നെവർ, എനിക്ക് വട്ടല്ല, യേശു ജീവിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞു. ആമീൻ ആമീൻ. എന്തിനു പറയുന്നു, അവരെന്നെ കളിയാക്കാൻ തുടങ്ങി. അടുത്ത ദിവസങ്ങളിൽ എന്റെ അപ്പന്, എന്റെ അച്ചാച്ചന് വിവരം എത്തി, ഇതുപോലെ മോൻ പെന്തക്കോസുകാരുടെ കൂടെ പോകാൻ തുടങ്ങി. ആമീൻ. ഇത് ആകെ കൂടി ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് എന്റെ അപ്പൻ പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്, അങ്ങനെ ഒരു മോനില്ല എന്ന് ഞാൻ കരുതിക്കൊള്ളാമെന്ന് അദ്ദേഹം പറഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അവസാനം ഈ അപ്പൻ എന്റെ കൂടെ വിശ്വാസത്തിൽ വരാൻ കർത്താവ് അവരെ തൊടുവാനിടയായ ഒരു അവസരമാണ് എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകിയ. അങ്ങനെ ആ രോഗസൗഖ്യം പ്രാപിച്ച് ഞാൻ ബൈബിൾ കോളേജിലേക്ക് പോകാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഞാൻ നേരത്തെ വചനം കേട്ട
ആ തട്ടയിലെ അടൂർ തട്ട IPCയിലുള്ള എന്റെ അപ്പന്റെ അമ്മാച്ചന്റെ വീട്ടിലേക്ക് വിശ്വാസ ജീവൻ നയിക്കുന്ന ആ കുടുംബത്തിലേക്ക് ഞാൻ കടന്നു ചെന്നു. അവരോട് ഈ സന്തോഷ വാർത്ത പറഞ്ഞു, ഇങ്ങനെ ഞാൻ എല്ലാം വിട്ടിട്ട് കർത്താവിന്റെ വേല ചെയ്യാൻ പോകും. അപ്പൊ അവിടുത്തെ അമ്മാമ എന്നോട് പറഞ്ഞു, എന്റെ അച്ഛന്റെ അമ്മാച്ചന്റെ മോള് കുടുംബമായിരിക്കുന്ന സൂസമ്മാമ എന്നോട് പറഞ്ഞു, എന്റെ മോനെ, എന്റെ ബ്രദറിന് പോലും കിട്ടാത്ത ഭാഗ്യമാ കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നേ. ഇതൊരു വലിയ ഭാഗ്യമാ. അവിടുന്ന് ഒരു ബെഡ്ഷീറ്റും ബൈബിൾ കോളേജിൽ പോകാനുള്ള തയ്യാറാകുമ്പോൾ ഒരു പാത്രവും എനിക്ക് തന്നു. അങ്ങനെയാണ് ഞാൻ 2 വർഷം ഡിപ്ലോമ ഇൻ തിയോളജി പഠിക്കാനായിട്ട് റാന്നിയിലുള്ള ഒരു ബൈബിൾ കോളേജിലേക്ക് ഞാൻ കടന്നു പോകുന്നത്. അതെന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. ഇന്നും അവര് കുടുംബമായിട്ട് ബാംഗ്ലൂരിൽ മക്കളുമായിട്ട് വന്ന് സെറ്റിൽ ആയിട്ടുണ്ട്. ഇന്ന് എന്റെ ചർച്ചിലെ മെമ്പറാണ്. അവരുടെ മക്കളും അവരുടെ മരുമക്കളും ഒക്കെ. പ്രൈസലോ. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലാണ് കർത്താവ് എന്നെ തിരുവചനം പഠിക്കാനായിട്ട് വിട്ടത്. അതിനുശേഷം ഡിപ്ലോമ കഴിഞ്ഞ് ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിലേക്ക് പഠിക്കാനായിട്ട് ദൈവം അവസരം തന്നു. അവിടെ കടന്നുപോയി തിരിച്ച് കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും തിരുവല്ലയിലുള്ള കുറ്റപ്പുഴയിലുള്ള ഒരു സെമിനാറിലെ ദൈവവചനം പഠിക്കുവാൻ ദൈവം എനിക്ക് നാളുകളായി കൃപ തന്നു. അതിനുശേഷം തിരുവല്ലയിൽ തന്നെയുള്ള ഒരു വലിയ ഓർഗനൈസേഷനിലെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ വർഷങ്ങൾ അവിടെ പ്രവർത്തിപ്പാൻ ദൈവം ഒരു അവസരം തന്നു ദൈവദാസനെ. അതൊക്കെ എന്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. അന്നത്തെ സൗഖ്യം ഇന്നേക്ക് 34 വർഷം കഴിഞ്ഞു ഒരു വലിയ ഹോസ്പിറ്റൽ രോഗിയെ അഡ്മിറ്റ് ആകാതെ എന്റെ കർത്താവിന്റെ അടിപ്പിണറുള്ള സൗഖ്യത്തിന്റെ ശക്തി അനുഭവിച്ച് ഇന്നും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നത് കാണാൻ കണ്ണാലെ എനിക്ക് അനുഭവം ദൈവം തന്നിട്ടുണ്ട്. അത് ഓർക്കുമ്പോൾ എന്റെ കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. എന്റെ സെമിനാറിലെ പഠനം കഴിഞ്ഞ് ഞാൻ വീണ്ടും ആ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ സെമിനാറിൽ എന്നോട് കൂടെ പഠിച്ച സീനിയർ ആയിട്ടുള്ള ഒരു ദേവദാസന് ഒരു ആലോചന കൊണ്ടുവന്നു. ദൈവസ്ഥനിൽ അത് വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് വളരെ ദൂരമായതുകൊണ്ട് വീട്ടുകാർക്ക് ആർക്കും അതിന് താല്പര്യമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. പക്ഷെ എന്റെ ദൈവഹിതമാവെന്നുള്ള തീരുമാനം വളരെ വ്യത്യസ്തമായിരുന്നു എല്ലാ നിലവാരത്തിലും മറ്റുള്ളവരിൽ നിന്നും. കാരണം നമ്മുടെ വിശ്വാസി കോളത്തിൽ നടക്കുന്ന രീതിയിലുള്ള ഒരു വിവാഹമല്ല ഞാൻ ആഗ്രഹിച്ചത്. ദൈവം ഒരുക്കുന്ന ദൈവഹിതമാവണ്ണം ഏറ്റവും സാധാരണ ദൈവവേലയിൽ ശോഭിക്കാൻ പ്രയോജനകരമാകുന്ന ദൈവവചനമൊക്കെ പഠിച്ച് അഭ്യസിച്ചിട്ടുള്ള ഒരു സഹോദരിയെ ദൈവം ഒരുക്കുന്ന വലിയ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കാതെ ദൈവം തരുന്ന ഏറ്റവും കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു സഹോദരിയെ വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അത് ആദ്യം കാണുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ അല്ലെ വ്യക്തിയെ കാണണം. അങ്ങനെയുള്ള ഒരു വിഭാഗം ദൈവം ഒരുക്കുന്നത്. ഇന്ന് സ്ത്രീധനം ചോദിച്ചോ അല്ലെങ്കിൽ വീട് കയറി കാപ്പി കുടിച്ചോ അങ്ങനെ മാറി മാറി പോകുന്ന ഒരു അനുഭവം ഉണ്ടാകരുത് ദൈവമേ. കാരണം കണ്ട ഒത്തിരി കാര്യങ്ങൾ ഞാൻ മനസ്സുമടുത്ത ഒരു വ്യക്തിയായിരുന്നു. എന്റെ 29 വയസ്സ് കഴിയുമ്പോൾ 28 വയസ്സ് 29 വയസ്സാകുമ്പോൾ വന്ന ഒരു വിവാഹം ദൂരമായതുകൊണ്ട് മാറിപ്പോയി. 1 വർഷത്തോളം ഈ കാര്യം മാറിപ്പോയി. എന്റെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു. അതിന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആയിരിക്കുന്ന ഓർഗനൈസേഷന്റെ ഒരു കൺവെൻഷൻ പ്രോഗ്രാമിന്റെ അറേഞ്ചിന് വേണ്ടി പുനലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ ഒരു കൺവെൻഷൻ ഗ്രൗണ്ട് ഉണ്ട്, അസംബ്ലി സോകൊണ്ട്. അവിടെ ഒരു വലിയ ക്രൂസൈഡ് ക്രമീകരിക്കാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്ന അവസരത്തിൽ എന്റെ കൂടെയുള്ള ഞങ്ങളുടെ വണ്ടി ഓടിച്ച് സഹായിക്കുന്ന മാത്യു വെച്ചാൻ, ഇപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞു, സാമേ, നമുക്കിവിടെ ഒരു പാസ്റ്റർ ഉണ്ട്, നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ധർമ്മക്കണ്ഠൻ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ, ഒരു പക്ഷേ ദൈവദാസനെ ഓർക്കുന്നുണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു പ്രാർത്ഥിച്ചു. ആലോചന കേട്ട് തിരിച്ചു വരാമെന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ പോയത്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു പ്രവചനം സത്യമാണ്, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടും. പക്ഷെ ഞങ്ങൾ രണ്ടുപേരോടെ ചെന്ന് അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിലേക്ക് കയറി, മുകളിലോട്ടൊരു ഉയരമുള്ള സ്ഥലത്താണ് താൻ താമസിക്കുന്ന വീട്ടിൽ. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അദ്ദേഹം വേറെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന്റെ പോർട്ടിക്കയിലേക്ക് കടന്നു വരികയാണ്. ഇറങ്ങി വരുമ്പോഴേ അദ്ദേഹം ഒരു ജിയോ വെള്ളമോ എന്നിട്ട് കുടിച്ചോണ്ടിരിക്കുക. അദ്ദേഹം നോക്കിയിട്ട് ഒറ്റ ദൂതാണ് എന്നോട്, വളരെ വടക്ക് നിന്ന് നിനക്കൊരു വിവാഹം വന്നിട്ടുണ്ട്, അതിന് കൈ കൊടുത്തോളാം. അതിന് കൈ കൊടുത്താൽ നീ പിന്നെ പിന്നോട്ട് നോക്കേണ്ടി വരില്ല, അതിനകത്തൊരു ദൈവഹിതമുണ്ട്. അങ്ങനെയാണ് 1 വർഷം മാറിപ്പോയ എന്ന് പറഞ്ഞാൽ ദൂരമായി. ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായിട്ടുള്ള അനുഭവമില്ല അത്രയും ദൂരെ പോകാൻ. കാരണം എന്റെ വീട് കായംകുളത്തിനടുത്ത് ചാരുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത്, എന്റെ വൈഫിന്റെ ആലോചന വന്ന സ്ഥലം വയനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഇത്രയും ദൂരം പോകാൻ എന്റെ കയ്യിൽ അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് എന്റെ ചർച്ചിലെ പാസ്റ്ററോട് വിവരം പറഞ്ഞപ്പോൾ അന്നിരുന്ന പാസ്റ്റർ പറഞ്ഞു, ജീവനെ ഇവിടെങ്ങും പെൺകുട്ടികളില്ലാഞ്ഞിട്ടാണോ ഇത്രയും ദൂരെ പോകുന്നെന്ന് ചോദിച്ചു. പക്ഷെ എന്നെ ആത്മീയമായി കൈത്താങ്ങൽ എന്നൊരു ദേവദാസൻ ഉണ്ടായിരുന്നു, സണ്ണി പാസ്റ്റർ, ബെൺമണിക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, ജീവനെ പ്രാർത്ഥിക്കുക, ദൈവഹിതമെങ്കിൽ ഇത് നടക്കും.
നമുക്ക് ദൈവത്തോട് ആലോചന ചെയ്യാം. അങ്ങനെയാണ് ഒരു വർഷം ഈ ആദ്യമായിട്ട് വന്ന വിവാഹം മാറിപ്പോയി. പക്ഷെ ദൈവം പറഞ്ഞ ആലോചന അനുസരിച്ച് ഈ ദൂത് കഴിഞ്ഞ് ഞാൻ വീണ്ടും, അന്ന് ഒരു ഫോണൊന്നുമില്ല, അവർക്കൊരു ലെറ്റർ എഴുതുകയാണ് എന്റെ ഭാര്യ സഹോദരിയുടെ അമ്മയ്ക്ക്. അത് കിട്ടിക്കഴിഞ്ഞാണ് അവർക്ക് സന്തോഷത്തോടെ പിന്നെ നടക്കുന്ന എല്ലാം ഭയങ്കര മിറക്കിളാ പാസ്റ്റേ. എന്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഒത്തിരി പറയാനുണ്ട്. അങ്ങനെയാണ് എന്റെ കല്യാണം വളരെ വടക്ക് നിന്ന് ദൈവിക ആലോചന പ്രകാരം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഇതുവരെയും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ തിരുവല്ലയിലുള്ള എന്റെ ഓഫീസിലെ അതൊക്കെ കഴിഞ്ഞ് പുതിയൊരു ഓഫീസ് അവരുടെ തന്നെ ബാംഗ്ലൂരിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പ്രാരംഭമായിട്ട് തുടങ്ങുന്ന അവസരത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് വിവാഹം കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് ഒരു ഓപ്ഷൻ, ഞങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ ഓഫീസും ബൈബിൾ കോളേജും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയി എന്റെ ലീഡർഷിപ്പിൽ നിന്ന് ഒരു തീരുമാനം വരുന്നു. അങ്ങനെ 2-3 സ്ഥലം ഓപ്ഷൻ പറഞ്ഞു. ഒന്നുകിൽ ജീവൻ സാമിന് മാംഗ്ലൂര് പോകാം, മംഗലാപുരം, അവിടെ ഒരു ബൈബിൾ കോളേജ് പഠിപ്പിക്കാം, അവിടെ സ്റ്റാഫായി 2 പേർക്കും വർക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ബാംഗ്ലൂര്, അതല്ലെങ്കിൽ ഗോവ. അങ്ങനെ 3 ഓപ്ഷൻ വന്നു. അതിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊരു തീരുമാനം പറയാന്ന് പറഞ്ഞു. അന്നത്തെ മിഷൻ ഡയറക്ടർ ആയിരുന്ന കർത്താവിന്റെ ദാസനോട് ഞങ്ങൾ ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ആലോചന പറഞ്ഞപ്പോൾ ഗൈഡൻസ് കിട്ടിയത് ബാംഗ്ലൂരാണ്. അങ്ങനെ ആ ഓർഗനൈസേഷനുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് വന്നത്. ദൈവദാസനെ 1999 സെപ്റ്റംബർ മാസം 23-ാം തീയതി എന്റെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷം ഏകദേശം 1 വർഷം കൂടെ കഴിഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് കടന്നു വന്നു. അങ്ങനെയാണ് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പ്രവർത്തനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം പ്രത്യേകമായ ചില സാഹചര്യത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ 2001 അവസാനം കഴിഞ്ഞ് 2002 വരുമ്പോൾ ഉണ്ടായി. അങ്ങനെയാണ് ആ ഓർഗനൈസേഷൻ റിസൈൻ ചെയ്യാൻ ദൈവം ഒരു ഗൈഡൻസ് തന്നു. അവരുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസ്തയോടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു. അവർ ഞങ്ങൾക്ക് തന്ന വീടിന്റെ അഡ്വാൻസും ഒക്കെ ഞങ്ങൾ ക്ലിയർ ചെയ്തു. അതിന്റെ DD എടുത്ത് അയച്ചു. ഇന്നും അതിന്റെ കോപ്പി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിശ്വസ്തയോടെ ഞാൻ ദൈവസനിലേക്ക് ഞാൻ സമർപ്പണം എടുത്ത് എന്റെ വൈഫ് ഞങ്ങൾ തീരുമാനമെടുത്തിട്ട് പ്രാർത്ഥിച്ചു. ദൈവം തന്ന ഒരു ഗൈഡൻസ് അനുസരിച്ച് ഒരു പൈനിയർ മിനിസ്ട്രി പ്രവർത്തനമാണ് ബാംഗ്ലൂരിൽ ഞങ്ങൾ തുടങ്ങിയത്. അങ്ങനെ ചില വീട് വിസിറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് എനിക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. മൂത്ത മോന്റെ പേര് ജോനത്താൻ, രണ്ടാമത്തെ മോളുടെ പേരാണ് ഹന്ന. 2 പേരും ദൈവകൃപയാൽ വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ദൈവത്തിന്റെ മഹാകരുണയാൽ ഈ ബാംഗ്ലൂർ വന്ന് റിസൈൻ ചെയ്തതിന് ശേഷം, ഈ ഓർഗനൈസേഷൻ റിസൈൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ വളരെ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ കാൽവെപ്പ് ഉണ്ടായി മിനിസ്ട്രിക്ക് വേണ്ടി പൈനിയർ മിഷൻ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. എനിക്ക് ചർച്ച് മിനിസ്ട്രിയും പാസ്റ്ററിംഗ് മിനിസ്ട്രിയും ചെയ്യാനുള്ള താല്പര്യം വളരെ കുറവായിരുന്നു. പഠിപ്പിക്കുക, ഏതെങ്കിലും ഓർഗനൈസേഷന്റെ കൂടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ കൗൺസിലിംഗ് പ്രോഗ്രാം ചെയ്യുക, അതായിരുന്നു എന്റെ ഒരു മോട്ടിവേഷൻ. പക്ഷേ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകമായി ഞങ്ങൾക്ക് ആ ഓർഗനൈസേഷൻ റിസൈൻ ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പ്രാർത്ഥിച്ച് എന്റെ വൈഫിനോട് ഷെയർ ചെയ്തു. വൈഫ് വളരെ സന്തോഷത്തോടെ പറഞ്ഞു നമുക്ക് കർത്താവിന്റെ വേല ചെയ്യാം. കാരണം എന്റെ വൈഫ് ദീർഘനാളുകൾ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്ത ഒരു കർത്താവിന്റെ ദാസിയായിരുന്നു. PTL വളരെ പഞ്ചാബ്, അതുപോലെ തന്നെ മണ്ഡി, ഗോവിന്ദൻ നഗർ, ഹരിയാന, ഡൽഹി, ഇതുപോലൊക്കെ സ്ഥലങ്ങളിലൊക്കെ ട്രാക്റ്റുമായി പോയ ഷെയർ ചെയ്ത സാഹചര്യങ്ങൾ വർഷങ്ങളുണ്ട്. പുള്ളിക്കാരത്തേക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്നാൽ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ഇവിടെ വന്ന് ഞങ്ങൾ മിഷൻ പ്രവർത്തനം തുടങ്ങി. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ദൈവത്തിന്റെ ഗൈഡൻസോടുകൂടി ഞങ്ങൾ പൈനിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ റിസൈൻ ചെയ്തിട്ട് രാമമൂർത്തി നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ബാംഗ്ലൂരിൽ, ക്യാർപുരത്തിനടുത്ത്. കേരളത്തിൽ നിന്ന് വരുമ്പോൾ ആദ്യമത്തെ ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് മാറിയാണ് ഈ രാമമൂർത്തി നഗർ. അവിടെ ഞങ്ങൾ വീട് വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എന്റെ മൂത്ത മോൻ ഏകദേശം 3 വയസ്സ് കഴിയുന്നു, നടക്കും നല്ലവണ്ണം. അപ്പോൾ തന്നെ അദ്ദേഹമുണ്ട്. ഇളയ കുഞ്ഞപ്പോഴത്തേക്ക് വന്നു. 2 പേരും 1 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. എങ്കിലും ഞങ്ങളുടെ മോളും മോനുമായിട്ട് പുള്ളിക്കാരത്തി മോളെ എടുത്തോണ്ട് ഞാൻ മോന്റെ കൂടെ കൈപിടിച്ച് നടന്നുകൊണ്ട് ട്രാക്റ്റുമായിട്ട് ഇങ്ങനെ ഓരോ ഏരിയകൾ വന്ന് വിസിറ്റ് ചെയ്ത് ബാംഗ്ലൂർ ഓരോ സ്ട്രീറ്റിലും ആ രാമമൂർത്തി നഗർ ഏരിയയിൽ ഞങ്ങൾ ട്രാക്റ്റ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു. പക്ഷെ എങ്ങനെ വാടക കൊടുക്കുമെന്ന് അറിയത്തില്ല, എങ്ങനെ ഉപജീവനം കഴിക്കുമെന്ന് അറിയത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടി. കുഞ്ഞുങ്ങൾക്ക് പാല് പോലും മേടിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു ഭയങ്കര സ്ട്രഗിളിലേക്ക് ഞങ്ങൾ വന്നു. പക്ഷെ കർത്താവിന്റെ വിളി കേട്ടനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഗൈഡൻസോടെ ആ ക്രോസിലേക്ക് ഞങ്ങൾ വന്ന് ട്രാക്റ്റുമായിട്ട് വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. അന്നത്തെ കാലത്ത് കുറച്ചുകൂടെ ഫ്രീ ആണ് ബാംഗ്ലൂരിലെ ട്രാക്റ്റ് ഒക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാം.
വീട് വിസിറ്റ് ചെയ്യാം, ഏത് വീട്ടിലും കയറാം. പക്ഷെ വീട്ടിൽ അനുവദിച്ചാൽ മാത്രമേ അകത്ത് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രയാസമുണ്ട്. ചിലരൊക്കെ ട്രാക്ട് വാങ്ങും, ചിലർ വാങ്ങാറില്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും ഉച്ച കഴിഞ്ഞ് വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു ക്രോസിൽ കംപ്ലീറ്റ് വന്നു. അവിടെ തെലുങ്കരുണ്ട്, കന്നഡക്കാരുണ്ട്, ഹിന്ദിക്കാരുണ്ട്, മലയാളീസ് ഉണ്ട്, തമിഴിയൻസ് ഉണ്ട്. അങ്ങനെ ഒരു ക്രോസിൽ വന്ന് ഞങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു വീടും ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നില്ല. ട്രാക്റ്റുകൾ അനേക വീട്ടിൽ കൊടുത്തു. എന്നാൽ ഒരു അത്ഭുതം എന്ന് പറയാം, ഞങ്ങൾ ആ അവസാന വീടിന്റെ മുമ്പിൽ വരുമ്പോൾ ഞാനും ഭാര്യയും, ഭാര്യയെ ഇളയ മോളെ ഹന്നയെ കയ്യിൽ വെച്ചോണ്ട് റോഡിൽ നിന്ന് ഞാനും ഭാര്യയും പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ക്രോസ് ഞങ്ങൾ വന്നിട്ട് ഒരു വീട് പോലും ഞങ്ങൾക്ക് അങ്ങയെക്കുറിച്ച് പറയാൻ അവസരം കിട്ടിയില്ല. പക്ഷേ ഈ അവസാന വീട് തുറന്നു തരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കും അങ്ങ് ഞങ്ങളെ ഈ ദേശത്ത് വേല ചെയ്യുവാൻ അയച്ചിട്ടുള്ളത്. അത് കണ്ടാൽ ഞങ്ങൾ സന്തോഷത്തോടെ ഇവിടെ തന്നെ വീണ്ടും അടുത്ത ആഴ്ച കടന്നു വന്ന അടുത്ത ക്രോസ് ഞങ്ങൾ വിസിറ്റ് ചെയ്യും. കർത്താവ് അതിനുള്ള അവസരം തരണമേ എന്ന് പ്രാർത്ഥിച്ച് ആമയും പറഞ്ഞു തീരുന്നതിന് മുമ്പ് നടന്ന കാര്യം, എന്റെ മൂത്ത മോൻ ജോനത്താൻ അവൻ മുമ്പോട്ട് പോയി ഓടി നടന്നു എന്ന് ലാസ്റ്റ് വീട്ടിന്റെ ഗേറ്റിൽ ഒരു ട്രാക്റ്റുമായി തട്ടാൻ തുടങ്ങി. ഞങ്ങൾ ആമീൻ പറഞ്ഞ് കണ്ണു തുറന്നപ്പോൾ കാണുന്നത് ഇവൻ ആ വീട്ടിന്റെ മുമ്പിൽ നിന്ന് തട്ടി ട്രാക്റ്റ് കൊടുക്കാൻ ട്രൈ ചെയ്യുക. കാരണം ഞങ്ങളെ കണ്ടു പഠിച്ചു. അങ്ങനെ സംഭവിച്ചത് ആമീൻ എന്താന്ന് ചോദിച്ചാൽ, അവിടുന്ന് ഒരു ആന്റി ഇറങ്ങി വന്ന് ഈ ഗേറ്റ് തുറന്നിട്ട് പറഞ്ഞ്, മോൻ കേറി വാ. ആമീൻ എന്ത് ചെയ്യേ പപ്പായും മമ്മി എന്ന് മലയാളത്തിൽ ചോദിച്ചു. അപ്പൊ ഇവൻ അധികം ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല, അതുപോലെ അത്ര ഏജേ ഉള്ളൂ. അവൻ ഒരു കൈ ചൂണ്ടി ബാക്കിലേക്ക് കാണിച്ചത്, എന്താ ബാക്കി വരുന്നുണ്ടെന്ന്. യോഹന്നാൻ സ്നാപകനെ പോലെ ബാക്കിൽ വരുന്നുണ്ട്, ഞാൻ വഴിയൊരുക്കാമെന്ന് പറഞ്ഞതുപോലെ അവൻ ഒരു രസകരമായ സംഭവം നടന്നത്. അവൻ പക്ഷേ ഈ ഒരു സംഭവം വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ, മിനിസ്ട്രിയിൽ. എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ മോനെ ട്രാക്റ്റ് ഇങ്ങനെ ഗേറ്റിൽ അടിച്ചു കൊടുക്കുമ്പോൾ ആന്റി വന്ന് മേടിച്ചു. ഇവനെ വിളിക്കുന്നു, ഇവൻ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ പിന്നാലെ ഞങ്ങളെ ഈ ആന്റി സ്വീകരിച്ചു, അകത്തിരുത്തി. ഈ ഭവനത്തിലെ ആന്റി ഞങ്ങളോട് ചില പ്രാർത്ഥനാ വിഷയം പറയുകയാണ്. അപ്പൊ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും ഇരിക്കുക, പക്ഷെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഉപവാസവും നടക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ വീട്ടിലേക്ക് ഞങ്ങൾ ചെന്ന് വിസിറ്റ് ചെയ്ത് ട്രാക്ട് കൊടുക്കുന്നത്. അപ്പൊ ആന്റി പറഞ്ഞു, ഇതുപോലാണ് അങ്കിള് ബൈബിൾ സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയുടെ ബാംഗ്ലൂരിലെ ആക്സലറി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു, അതിന്റെ പ്രിന്റിങ് സെക്ഷനില്. പക്ഷെ ഇവിടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ രണ്ടുപേരുടെയും ജോലിയും വിവാഹമൊന്നും ആയിട്ടില്ല. മോനെ ഒത്തിരി ഗൾഫിലൊക്കെ പോയി തിരിച്ചു വന്നു, മറ്റു പല രാജ്യങ്ങളിലും പോയി, ജോലി ആയില്ല, പാസ്റ്റർ പ്രാർത്ഥിക്കണം. മോള് BEd കഴിഞ്ഞു, ഒരു ജോലി വേണം, ചെറിയൊരു ജോലി കിട്ടി, വിവാഹം നടക്കണം. ഇതൊക്കെ പറഞ്ഞു, വിഷയം പറഞ്ഞു. ഞങ്ങൾ ആ വീട്ടിൽ കയറി. അവര് ഞങ്ങൾക്ക് അന്ന് ചായയൊക്കെ ഇട്ട് തന്നു. വളരെ സന്തോഷമായി. അന്നത്തെ മിനിസ്ട്രി ആ ദിവസം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു പാസ്റ്റർ. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ട്രാക്റ്റും കൊടുത്തു. ഞങ്ങൾ അവിടുന്ന് വരുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അവരൊരു CSI ഫാമിലി ആയിരുന്നു തിരുവല്ലയിൽ നിന്ന്. അവരുടെ പല ആൾക്കാരും വിശ്വാസത്തിലാണ്. ആ കുടുംബം അവസാനം ഞാൻ അവിടെ ട്രാക്റ്റ് കൊടുത്ത് പ്രാർത്ഥിച്ചു, ദൈവദാസനെ, ദൈവം തന്ന ഒരു ആലോചനയിൽ ഞാൻ അവിടെ ദൂത് പറഞ്ഞു. ആ ദൂത് പോലെ ആ മോന് ജോലി കിട്ടി, ആ മോടെ വിവാഹം വന്നു. നടന്ന കാര്യം, എനിക്കന്നൊരു 2 വീലർ നല്ലവണ്ണം ഒരെണ്ണം ഇല്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഇടയ്ക്കാണ് എനിക്ക് നമ്മുടെ അബ്രഹാം വർഗീസ് ബ്രദറിന്റെ ബ്രദറിലോ എന്നോട്, ഞാൻ ഭയങ്കര പ്രയാസത്തിലേക്കും വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ജീവൻ സമയെ എനിക്കൊരു ബൈക്ക് ഞാൻ ബാംഗ്ലൂരിൽ നിർത്തി ഇവിടെ ഇരിപ്പുണ്ട്, സന്തോഷത്തോടെ സ്വീകരിക്കുക, കുറച്ച് പഴയതാണ്, സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്കൊരു ബൈക്ക് ആദ്യമായിട്ട് ദൈവം ദാനം തരുന്നത്. അങ്ങനെ ആ കുടുംബമായിട്ട് എനിക്കൊരു വലിയ ബന്ധമാണ്. ഈ അബ്രഹാം വർഗീസ് എന്ന് പറയുന്ന ബ്രദറുമായിട്ടുള്ള, ബിജു ബ്രദറുമായിട്ടുള്ള പരിചയം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വസ്തതയുടെ പേരിൽ തുറന്നു തന്നപ്പെട്ടൊരു വഴിയാണ്. കാരണം ഒരു 50 രൂപയുടെ ഫെയ്ത്ത്ഫുൾനെസ് ആണ് അവരുടെ ബ്രദറിലോയും സിസ്റ്ററുമായിട്ട് പരിചയപ്പെടുവാൻ ഒരു മുഖാന്തരം ദൈവം എനിക്ക് ഒരുക്കിയത്. ഞാൻ ആയിരുന്ന തിരുവല്ലയിലുള്ള ഓർഗനൈസേഷന്റെ ഒരു ഫിലിം പ്രോഗ്രാം കൺവെൻഷന് വേണ്ടി, മിനി കൺവെൻഷന് വേണ്ടി പോകുമ്പോൾ അവരുടെ ബ്രദറിലോ നടത്തുന്ന സ്റ്റുഡിയോ എന്നൊരു ഫിലിം മേടിക്കേണ്ടി വന്നു. പക്ഷെ അറിയാതെ താൻ ഒരു 50 രൂപ എക്സ്ട്രാ എനിക്ക് തന്നു. അത് ഞാൻ റാന്നിയില് പ്രോഗ്രാം കഴിഞ്ഞ് അവിടെയുള്ള ഒരു കോയിൻ ബൂത്തിൽ നിന്ന് ഈ 50 രൂപ എക്സ്ട്രാ കണ്ടിട്ട് ഞാൻ കോയിൻ ബൂത്തിൽ നിന്ന് ബോക്സിൽ 1 രൂപ കോയിൻ ഇട്ടിട്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഒരു സംഭവം നടന്നു, ഒരു 50 റുപ്പീസ് അഡീഷണൽ അങ്കിള് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ പൈസ ഞാൻ ഇപ്പൊ തരാൻ പറ്റില്ല, ഞാനൊരു പ്രോഗ്രാമിന് റാന്നിയിലാണ്, പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ രാത്രി ലേറ്റ് ആകും, അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ പോയിട്ട് വിശ്രമിക്കും, അടുത്ത ദിവസം ഞാൻ ഈ പൈസ തിരിച്ചുകൊണ്ട്. അയ്യോ, എനിക്ക് ബ്രദറിനെ കാണണം, ഇതുപോലൊരു സംഭവം എനിക്ക് ആരും
പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഗൾഫിൽ നിന്ന് ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം എന്റെ ഓർമ്മ ഇച്ചിരി കുറവാണ്, കാഴ്ചശക്തി കുറവാണ്. അന്ന് അദ്ദേഹം ഒരു കൂളിംഗ് ഗ്ലാസ്, കറുത്ത ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത്. കാരണം കണ്ണിന് ചെറിയ ആക്സിഡന്റിൽ ഉണ്ടായ പരിക്ക് കാരണം കണ്ണ് ഇച്ചിരി കാഴ്ചക്കുറവ് ഉണ്ട്, ഓർമ്മക്കുറവുണ്ട്. അപ്പോഴങ്ങനെയുള്ള ഒരു വിശ്വസ്തതയുടെ പിന്നിലാണ് ഈ നമ്മുടെ എബ്രഹാം വർഗീസ് ബ്രദറുമായിട്ടുള്ള പരിചയം എനിക്കുണ്ടാകുന്നത്. അന്ന് മുതൽ ആ കുടുംബം ഞങ്ങളുടെ മനസ്സിൽ വളരെ ഒരു ഫിനാൻഷ്യൽ കൈത്താങ്ങലാണ് ഇന്നും. എബ്രഹാം വർഗീസ് ബ്രദറും ഒക്കെ ഞങ്ങളുടെ മനസ്സിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവാണ്. അങ്ങനെ ഞങ്ങളുടെ ആ പ്രവർത്തനം നടന്നു. ചുരുക്കി പറഞ്ഞാൽ ആ വീട്ടിൽ ഈ ആന്റിയെ ഞാനാണ് പിന്നീട് സ്നാനപ്പെടുത്തുവാൻ ഇടയായി തീർന്നത്. പ്രൈസ് ലോ. കർത്താവ് അങ്ങനെ ഈ ബാംഗ്ലൂരിലെ ആ സുവിശേഷ പ്രവർത്തനം ഞങ്ങൾക്ക് ആദ്യം തന്ന കുടുംബം പ്രാർത്ഥിക്കുവാനും അവരുമായിട്ടുള്ള ഫെലോഷിപ്പും ബൈബിൾ സ്റ്റഡിയും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് പിന്നെ വലിയ സ്ട്രോങ് ബന്ധമായി. പിന്നീട് വേറെ കൂടെ ചില കുടുംബങ്ങൾ കർത്താവിന്റെ നാമമുഖത്തിന് വേണ്ടി ദൈവം തുറന്നു തന്നു. ചിലരെ രക്ഷയിലേക്ക് നയിപ്പാൻ ദൈവം കൃപ ചെയ്തു, അവരെ സ്നാനപ്പെടുത്തി. ഇന്ന് എന്റെ ട്രാക്ട് കൊടുത്ത മോൻ അന്ന് ചെറുതാണ്. അപ്പോഴാണ് അവിടുത്തെ മോന്റെ വിവാഹം പറഞ്ഞ സമയത്ത് ദൈവം നടത്തി. ആ മോൻ വിവാഹം കഴിച്ച കൂർഗിൽ നിന്നുള്ള ഒരു മലയാളി സഹോദരിയാണ് സുജി സിസ്റ്റർ. ആ കുടുംബം ഇന്ന് പാസ്റ്ററെ, അവിടെ നടന്ന കാര്യം വലിയ അത്ഭുതങ്ങളായിരുന്നു ആ പ്രാർത്ഥനയിൽ, ആ കുടുംബത്തിൽ. മക്കളുടെ വിവാഹം പെട്ടെന്ന് നടന്നു. അത് കഴിഞ്ഞ ശേഷം മോന് ജോലി കിട്ടി. അവർ രണ്ടുപേരുടെയും കല്യാണം ഫിക്സായി. അതിനുശേഷം ആ കല്യാണം ഫിക്സ് ആയെങ്കിലും അങ്കിൾക്ക് വിവാഹം കാണാൻ പറ്റില്ല. തന്റെ കിഡ്നിയൊക്കെ ഫെയിലിയർ ആയി പിന്നീട് പെട്ടെന്ന് മരിച്ചു. എങ്കിലും ഞാൻ ആന്റിയെ സ്നാനപ്പെടുത്താനുള്ള വലിയ ഭാഗ്യം എനിക്ക് കിട്ടി. ഇന്നും നമ്മുടെ ആന്റിയുടെ മോന്റെ പേരാണ് ചെറി, മരുമോടെ പേരാണ് സുജി. അവരൊക്കെ വലിയൊരു സപ്പോർട്ടീവായി നമ്മുടെ മിനിസ്ട്രിയിൽ നിൽക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എന്റെ മോൻ ഡിഗ്രി കഴിഞ്ഞ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന വലിയ അത്ഭുതമാണ് ദൈവത്തിന്. നമുക്ക് വേണ്ടി ദൈവം എങ്ങനെയാണ് സുവിശേഷ വേലയിൽ ചിലരെ ഒരുക്കിയിരിക്കുന്ന, കരുതിയിരിക്കുന്ന. എന്തിനു പറയുന്നു ഏറെ ആ സാക്ഷി ഞാൻ എന്റെ മോൻ ട്രാക്ടർ കൊടുത്ത ആ ഭവനമുണ്ടല്ലോ, അവിടുത്തെ മോൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന മരുമോള് ഇവിടുത്തെ ബാംഗ്ലൂരിലെ നല്ലൊരു സ്കൂളിലെ ടീച്ചറായി ജോലി കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ മോനെ സ്കൂളിൽ LKG UKG പഠിപ്പിക്കാൻ ചേർക്കണം, നേഴ്സറിയില്ല മുതല്. അപ്പോഴവരെന്നോട് ചോദിച്ചു, മോനെ എവിടെയാ പഠിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇവിടെ അടുത്തൊരു സാധാരണ സ്കൂളുണ്ട്, അവിടെ ചേർക്കണം എന്ന് പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടുത്തെ മരുമോൾ എന്നോട് പറഞ്ഞത്, ഒരിക്കലും പാസ് അങ്ങനെ ചെയ്യണ്ട, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ആ മകന്റെ ഫീസ് ഞാൻ കെട്ടാം, അവനെ അവിടെ വിട്ട് പഠിപ്പിക്കണം എന്ന് പറയുവാനിടയായി. നോക്കണേ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയും പ്രൊവിഷനും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. അതിനുശേഷം എന്റെ മോൻ ഡിഗ്രി കഴിഞ്ഞു. അവന്റെ മാസ്റ്റേഴ്സ് ചെയ്യുന്ന അവസരത്തിൽ വലിയൊരു എമൗണ്ട് അവന്റെ ഫീസിന് വേണ്ടി വേണം. അപ്പോഴാണ് ആ ചെറുബ്രദർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്റേ എവിടെയായി, എങ്ങനെയായി അഡ്മിഷന്റെ കാര്യം? അപ്പോഴാണ് ഞാൻ പറഞ്ഞ, ചെറുബ്രദറെ ഇതുപോലാണ്. അപ്പൊ ആ ചെറുബ്രദർ എന്നോട് ചോദിക്കുകയാണ്, പാസ്റ്റേ എത്ര രൂപയാണ് അതിന് വേണ്ടുന്നത്? ഞാൻ പറഞ്ഞ്, ചെറുബ്രദറെ അതിന് വലിയൊരു എമൗണ്ട് ആണ്, അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാ. ആരെയും സഹായിക്കണം, ആരോടെങ്കിലൊക്കെ ചോദിക്കണം, എന്നിട്ട് ഞാൻ ആ പൈസ ബാക്കി പിന്നീട് കൊടുക്കാം എന്നുള്ള ചിന്തയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് അദ്ദേഹം പറയുന്നത്, ആരോടും ചോദിക്കേണ്ട, എത്ര എമൗണ്ട് എന്ന് പറ, അത് ഞാനത് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആ പഠനത്തിനുള്ള ആ എമൗണ്ട് പോലും ആ പ്രിയപ്പെട്ട ചെറിയ ബ്രദറാണ് അത് ട്രാൻസ്ഫർ ചെയ്യാനിടയായി തീർന്നത്. പിന്നീട് ഞാനത് കൊടുത്തു അടുത്ത 2 മാസങ്ങൾക്കകം. ഞാൻ പറഞ്ഞത്, അത്രമാത്രം ഒരു ദൈവപ്രവൃത്തി കർത്താവിന്റെ വേലയിൽ ഞാൻ ഒറ്റയ്ക്ക്, എന്റെ വീട്ടിൽ നിന്ന് ആരുമില്ല ചോദിക്കാൻ എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് നിങ്ങൾ എന്താണ് ബാംഗ്ലൂർ ചെയ്യുന്നത് ചോദിക്കാൻ ഒരാൾ പോലും ഇല്ലാതിരിക്കുമ്പോൾ, ഞാൻ ഈ ഓർഗനൈസേഷൻ റിസൈൻ ചെയ്യുമ്പോൾ എന്റെ വൈഫിന്റെ മദർ വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്ത് കണ്ടുകൊണ്ടാണ് ഈ സമയത്ത് 2 പിഞ്ചു കുഞ്ഞുങ്ങളുമായി റിസൈൻ ചെയ്തിട്ട് വിശ്വാസത്തോടെ വേല ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചെന്ന് ചോദിച്ച ആ അമ്മച്ചിയുടെ മുമ്പിൽ ഇന്ന് ശക്തമായ ദൈവകൃപയിൽ ആശ്രയിച്ച് ശുശ്രൂഷിപ്പാനും ഒരു ചർച്ചിന്റെ 2 സ്ഥലത്തുള്ള ആരാധന സർവീസ് രാവിലെ 8:30 തൊട്ട് 8:30 തൊട്ട് 10:30 വരെയും 10:45 തൊട്ട് 12:45 വരെ അടുത്ത ഒരു സർവീസിലേക്ക് പോകാനും ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ മഹാകരുണയാൽ അങ്ങനെ ചർച്ച് മിനിസ്ട്രിയുടെ ഭാഗമായി ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ലജ്ജിക്കാതെ ഒത്തിരി പേര് ഞങ്ങളുടെ കൂടെ അന്ന് ബാംഗ്ലൂരിലേക്ക് വന്നവരുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ഇന്ന് ബാംഗ്ലൂരിൽ ഇല്ല. കാരണം പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ അവർ വീണ്ടും നാട്ടിലേക്ക് കടന്നുപോയ ഒത്തിരി പേരുണ്ട്. കർത്താവിന്റെ വേലയിൽ പാസ്റ്റിംഗ് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്നവരെ ഇന്ന് പാസ്റ്റിംഗ് മിനിസ്ട്രി ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നവരെ എനിക്കറിയാവുന്നവരുണ്ട്. പക്ഷെ അന്നൊക്കെയും ഞാൻ ഇന്നും ഓർക്കുകയാണ്, കർത്താവ് തന്ന ആത്മപ്രേരണ അനുസരിച്ച് ഞങ്ങൾ രണ്ടുപേരും കുടുംബമായി കൈകോർത്ത് പിടിച്ച് വിഷയങ്ങൾ വരുമ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും. അതാണ് ഏറ്റവും വലിയൊരു വിജയമായി ഞങ്ങളുടെ മിനിസ്ട്രിയിൽ ഇന്ന് ഞങ്ങൾ കാണുന്നത്.
ഇന്ന് ഞങ്ങളുടെ കൂടെ തന്ന ആത്മാക്കൾ മൊത്തം ഞങ്ങളുടെ ചർച്ചിൽ കന്നഡക്കാരുണ്ട്, തെലുങ്കരുണ്ട്, തമിഴൻസ് ഉണ്ട്, മലയാളീസ് ഉണ്ട്, ഹിന്ദിക്കാരുണ്ട്. ഇവരെല്ലാം നോക്കുമ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ അന്ന് ഉപവസിച്ചു വില കൊടുത്ത് 7ഉം 21ഉം 40ഉം പ്രത്യേകമായി സമയം വേർതിരിച്ചിരുന്ന് ഞങ്ങൾ രണ്ടുപേരും ആരും അറിയാതെ മുഖത്തോട് മുഖം നോക്കി കരഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് വചനം വിതച്ച സാഹചര്യങ്ങളിൽ ഇന്ന് ഞങ്ങളുടെ എല്ലാ അവസ്ഥകൾക്കും ശുശ്രൂഷയിൽ ദൈവം മാറ്റം തന്നു. ഇന്നും ആരോഗ്യത്തോടുകൂടെ ഈ 34 വർഷത്തിൽ അധികമായി ദൈവം മറ്റൊരു രോഗത്തോടെ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ കിടക്കാൻ കഴിയാതെ ദൈവം സൗഖ്യത്തോടെ നിർത്തുന്നു. എന്റെ ഭാര്യയ്ക്ക് പലതരത്തിലുള്ളതായ പ്രശ്നങ്ങൾ, ജോയിൻസ് പെയിന്, സ്വെല്ലിങ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ട് കൈയടിച്ച് ആരാധിക്കാൻ പോലും പറ്റാത്ത വിഷയങ്ങളൊക്കെ വന്നിട്ടും ശുശ്രൂഷയിൽ ആ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ശക്തമായ ബലത്താൽ മറ്റനേകരുടെ പ്രാർത്ഥനയുടെ സഹായത്താൽ ഞങ്ങൾ ഇന്നും ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ നിലനിൽക്കുന്ന ദൈവദാസനെ അത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ അനുഭവമായി, സമ്പത്തായി ഞങ്ങളത് കാത്തു സൂക്ഷിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു പ്രേരണ ഉണ്ടായത്. ആക്ച്വലി സ്ലമ്മിലുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ ആയിരുന്ന ഓർഗനൈസേഷൻ ഒരു അസൈൻമെന്റ് എന്നുകൊണ്ട് ഒരു പ്രൊജക്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളെ പറഞ്ഞു വിട്ടു. അവരുടെ ജീവിതത്തിന്റെ അപ്ലിപ്മെന്റിന് വേണ്ടി ഒരു പ്രൊജക്ട് തയ്യാറാക്കാൻ വേണ്ടി ഞങ്ങൾ നിയോഗിതരായിപ്പോയി. അവിടെ ചെന്നപ്പോഴാണ് സ്ലമ്മിലെ ലൈഫിനെ കുറിച്ച് ഒരു പാഠം ഞങ്ങൾക്ക് പഠിക്കാനിടയായിത്തീർന്നത്. എന്നാൽ ഓർഗനൈസേഷന്റെ റിക്വയർമെന്റ് അല്ലാതെ ഞങ്ങൾ തന്നെ ഇനിഷ്യേറ്റ് എടുത്തതിന് ശേഷം അവിടെ ഒരു സൺഡേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. SAVSൽ പഠിക്കുന്ന ചില സഹോദരന്മാരുമായിട്ട് അവര് സൺഡേ രാവിലെ ഗിറ്റാറൊക്കെ ആയിട്ട് വരും. അങ്ങനെ തുടങ്ങി കുഞ്ഞുങ്ങളുടെ ഇടയിലേക്കുള്ള ഒരു മിനിസ്ട്രിയും കൂടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവിടുന്ന് അർഹരായ സിംഗിൾ പേരൻസിന്റെ അപ്പനും അമ്മയും ലവ് മാരേജിൽ ഇടപെട്ടതിന് ശേഷം അപ്പൻ ഇട്ടിട്ട് പോയ കുഞ്ഞുങ്ങളും അമ്മയുമുള്ള ഒത്തിരി സഹോദരിമാരെ വേദന പങ്കുവയ്ക്കുന്നവരെ കണ്ടു. അങ്ങനെ അവരിൽ നിന്നുള്ള ചില കുഞ്ഞുങ്ങളെ എടുത്ത് കൂടെ നിർത്തി പഠിപ്പിക്കാൻ ഒരു ആത്മപ്രേരണ തന്നു. അങ്ങനെ എന്റെ വൈഫിന്റെ ഒരു പ്രത്യേക ആത്മഭാരം കാരണം അങ്ങനെ ഒരു ചെറിയ മിനിസ്ട്രിയും കൂടെ ഞങ്ങൾ തുടങ്ങി. കാരണം എന്റെ വൈഫിന്റെ 7 വയസ്സ് പ്രായമുള്ളപ്പോൾ അപ്പൻ മരിച്ചുപോയി. അമ്മച്ചി ഒത്തിരി കഷ്ടപ്പെട്ട് കൂലിപ്പണിയൊക്കെ ചെയ്താണ് അവരെ വളർത്തിയത്. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണ് കർത്താവ് എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യയെ തന്നിരിക്കുന്നത്. എന്റെ ഭാര്യയുടെ പേര് ജിഷ എന്നാണ്. എന്റെ ഭാര്യയുടെ മാതാവ് വളരെ കഷ്ടപ്പെട്ട് കൂലിവേല ചെയ്താണ് ഇവരെ വളർത്തിയത്. ഭാര്യയുടെ ഇളയ 2 സഹോദരങ്ങളുണ്ട്. അവര് ട്വിൻസ് ആണ്, ഒരു ബ്രദറും ഒരു സിസ്റ്ററും. ആ സിസ്റ്ററെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് കെട്ടി വിവാഹം കഴിച്ചിരിക്കുന്നത്. നാഗപ്പൂരിലെ ചർച്ച് മിനിസ്റ്ററുടെ ബന്ധത്തിൽ അവരായിരിക്കുന്ന ഭയങ്കര വ്യത്യസ്ത അനുഭവത്തിലൂടെയാണ് ആ ദൈവദാസൻ കർത്താവിനെ അറിഞ്ഞത്. എന്റെ ബ്രദറിലോ ഇവിടെ ബാംഗ്ലൂരിലുണ്ട്, ഞങ്ങളുടെ അടുത്ത് തന്നെ. അദ്ദേഹം ദീർഘനാൾ ഇവിടെ നിന്ന് തന്നെ എന്റെ ചർച്ചിലുള്ള ഒരു ആന്റി മുഖാന്തരം അദ്ദേഹത്തിന്റെ ദൈവം ഇടപെട്ടിട്ട് ഒരു വലിയ അത്ഭുതം നടന്നിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റും വിസയും ഒക്കെ ഒരുക്കി ആ ബ്രദറിനെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ഗൾഫിൽ പോയി ആവശ്യത്തിനുള്ള സാമ്പത്തിക നന്മകളും അനുഗ്രഹങ്ങളൊക്കെ ദൈവം അവർക്ക് കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബജീവിതം അവർ നയിക്കുന്നു. ബാംഗ്ലൂരിൽ ഇവിടെ വന്നതിന് ശേഷം വീടൊക്കെ വെച്ച് അവർ നന്നായിട്ട് സെറ്റിലായി ഇവിടെ ആയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞങ്ങളെ ഇത്രയുള്ള കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്താൻ ഒരു പ്രേരണ എനിക്ക് കിട്ടിയത്. അതെന്റെ ഭാര്യയുടെ ചെറുപ്പകാലത്തിൽ അദ്ദേഹം അനുഭവിച്ച ആ ഒരു വേദനയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിനിസ്ട്രിയാണ്. തന്നെയല്ല, അമ്മച്ചി, എന്റെ വൈഫിന്റെ മാതാവ്, ഒരു വാക്ക് എനിക്ക് പറയേണ്ടതുണ്ട് അമ്മച്ചിയെ കുറിച്ച്. കാരണം അദ്ദേഹം കൂലിപ്പണി ചെയ്യുന്നെങ്കിലും അടുത്തുള്ള അദ്ദേഹത്തിന്റെ ആ വില്ലേജിന് അടുത്തുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിന്നുള്ള ആൾക്കാരുടെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ വയനാട് അറിയാമല്ലോ, അവർക്ക് രാവിലെ ഈ കൂലിപ്പണി കൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് കാപ്പിയിട്ട് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്തതിന് ശേഷം ഒരു സൺഡേ സ്കൂൾ ആ കോളനിയിൽ വരെ ആരംഭിച്ചു അമ്മച്ചിയുടെ വീടിന്റെ മുറ്റത്ത്. അതൊക്കെ എന്റെ വൈഫിന് ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു എനിക്ക് തോന്നുകയാണ്. ഇന്ന് ആ കുഞ്ഞുങ്ങളൊക്കെ ജോലി കിട്ടിയവരാണ്. ആ ഗ്രൂപ്പിലുള്ള പ്രത്യേക വിഭാഗത്തു നിന്നുള്ള ഒരു ജോലി കിട്ടി. അവർക്ക് പ്രത്യേകിച്ച് ഗവൺമെന്റ് പ്രൊഫസറോടെ ജോലിയൊക്കെ പെട്ടെന്ന് ഓഫർ ആകും നല്ലവണ്ണം പഠിച്ചതിന് ശേഷം. അങ്ങനെ വരുന്നവര് ഇന്നും അമ്മച്ചി എടുക്കുമെന്ന് ആ സൺഡേ സ്കൂളിന്റെ വിത്ത് കിടക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ അമ്മച്ചിയും അവിടെ റെപ്യൂട്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയായി കർത്താവിൽ നിൽക്കുന്നു. അതൊരു വലിയ അനുഗ്രഹമാണ് പറയുന്നതിൽ. ആ അമ്മച്ചിയുടെ പ്രവർത്തനം കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ എന്റെ വൈഫിന് അങ്ങനെ ഒരു ബർഡൻ ഉണ്ടായി. ഇന്ന് 50 കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ താമസിക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ബെറേക്ക ഭവൻ ബെറേക്ക ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്നുള്ള ഒരു ട്രസ്റ്റ് ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് സ്റ്റാർട്ട് ചെയ്തത്. അതൊരു വലിയൊരു പ്രത്യേക വിങ്ങായി കർത്താവ് നടത്തുന്നത്. അതിന്റെ മൊത്തം കാര്യങ്ങൾ ചെയ്യുന്ന എന്റെ വൈഫാണ്. ഇന്നും കർത്താവിന്റെ കൃപയിൽ അതിന്റെ മൂത്ത കുഞ്ഞ് ആദ്യമായിട്ട് എനിക്കൊരു യാത്രയിൽ കിട്ടിയ ഒരു കുഞ്ഞായിരുന്നു. മൂത്ത കുഞ്ഞ് മോണിക്ക. അവിടെ വിവാഹം കഴിഞ്ഞ മാസം 30-ാം തീയതി ഞങ്ങൾ നടത്തി. അവള് +2 കഴിഞ്ഞു, നേഴ്സിംഗ് കഴിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിന്റെ ദാസൻ IPCയിലെ പാസ്റ്റർ അവളെ വിവാഹം കഴിച്ചു. ബെല്ലാരിയിൽ, കർണാടകയിൽ, ചിത്രദുർഗ ഡിസ്ട്രിക്റ്റിൽ അവർ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. മറ്റു കുഞ്ഞുങ്ങൾ എഞ്ചിനീയറിംഗിന് കഴിഞ്ഞവരുണ്ട്, ജോലി ആയവരുണ്ട്.
ഇപ്പൊ ചിലർ ജോലി കിട്ടി പ്രവേശിച്ചവരുണ്ട്, ഡിപ്ലോമ ഇൻ ഐ മീൻ പോളിടെക്നിക് കഴിഞ്ഞതിന് ശേഷം പിന്നെ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ 6ാം ക്ലാസ് LKG മുതൽ ഇപ്പോൾ 47 കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്. മറ്റു ഒരു കുഞ്ഞിനെ വിവാഹം കഴിച്ചയച്ചു. മറ്റ് ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങൾ, അങ്ങനെ 50 കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ കർത്താവിന്റെ കൃപയിൽ താമസിച്ച് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ അവരെ പഠിപ്പിച്ച് ഞങ്ങൾ അവർക്കൊരു മാതൃക. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് എല്ലാവരും താമസിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാൽ ഇപ്പോൾ ഗേൾസ് ഹോമും ബോയ്സ് ഹോമും സെപ്പറേറ്റ് ആയി മാറ്റി ഗവൺമെന്റ് നിയമം അനുസരിച്ച് അങ്ങനെ ഞങ്ങളുടെ മിനിസ്ട്രി കർത്താവിന്റെ കൃപയാൽ മുന്നോട്ട് പോകുന്നു. അതല്ലാതെ കുറെ ലേബേഴ്സിന്റെ ചിൽഡ്രനെ ഞങ്ങൾ ഈ വർഷം 10 കുഞ്ഞുങ്ങളെ എടുത്തിട്ട് അവരെ സ്കൂളിൽ ചേർത്തു. അവരുടെ ഫീസ് കെട്ടി അവരായിരിക്കുന്ന കോളനിയിൽ വിട്ട് ഞങ്ങൾ സ്കൂൾ ബസ്സിന് ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നു, വരുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതൊക്കെ. അതിന്റെയൊക്കെ പിന്നിൽ ദൈവത്തിന്റെ മഹാകരുണയും സ്നേഹവും ഒരു കൃപ ലഭിച്ചിട്ടൊരു ചെറിയ മിനിസ്ട്രി ഞങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നെന്ന് മാത്രമേ പറയാൻ എനിക്കുള്ളൂ. മറ്റൊന്നും പുകഴുവാനില്ല. 115 സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിനും തന്നെ മഹത്വം വരണമേന്ന് പ്രാർത്ഥിച്ച് ദൈവഹിതമാവണ്ണ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തീരുമാനമെടുത്താൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെന്ന് വ്യക്തിപരമായ എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും. ഒരിടത്തും ഒരു സപ്പോർട്ടിനും വേണ്ടി, ഒരിടത്തും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടി ഞങ്ങൾ ചോദിക്കാറില്ല ഒരാളെടുക്കലും. കാരണം 7 വർഷത്തിന് മുമ്പ് ഞാനൊരു കൂപ്പൺ അടിച്ച് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ട് ചിൽഡ്രൻസ് ഹോമിന്റെ മിനിസ്ട്രിയിൽ വന്നപ്പോൾ ഉണ്ടായപ്പോൾ ഞാനൊരു കൂപ്പൺ അടിച്ച് മാനുഷികമായി അറിയാവുന്ന ചില ഭവനത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ തീരുമാനമെടുത്തപ്പോൾ എന്റെ വൈഫ് എന്നോട് പറഞ്ഞു, അച്ഛാ ഇത് ശരിയല്ല, ദൈവം നമ്മളോട് അത് പറഞ്ഞിട്ടില്ല, ദൈവഹിതമല്ലെന്ന് പറഞ്ഞു. അത് കേൾക്കാതെ ഞാൻ എന്റെ സ്വയബുദ്ധിയിൽ ഊന്നി മുന്നോട്ട് പോയതാണ്. പക്ഷെ 3 വീടോളം ഞാൻ വിസിറ്റ് ചെയ്ത് ഈ കൂപ്പണുമായിട്ട്. 3ാമത്തെ വീട്ടിലെ സംസാരം കേട്ടപ്പോൾ എന്റെ മനസ്സിൽ വേദനയായി. അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു. ഇവിടെ വന്ന് രാത്രി കണ്ണുനീരോടെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു പോ. ദൈവം എന്നോട് ചോദിച്ചു, ഞാൻ നിന്നോട് പറഞ്ഞത് ചിൽഡ്രൻസ് ഹോം തുടങ്ങാനാ, കൂപ്പൺ അടിക്കാൻ ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് നീ അത് മാറ്റിവെക്കാൻ പറഞ്ഞു. അങ്ങനെ എന്റെ വൈഫിന്റെ വാക്ക് പോലെ ഇന്നും എന്റെ വൈഫ് പറയും, വഴി കിടന്ന് 100 രൂപ കിട്ടിയാലും എടുക്കാൻ പോകരുത്, അവിടെ ഇട്ടിട്ട് പോകണം. എന്റെ മിനിസ്ട്രിയിലെ ഏറ്റവും വലിയ വിജയവും സപ്പോർട്ടും എന്റെ എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്റെ പിന്നിലുള്ളത് എന്റെ വൈഫാണ്. അതാണ് ഏറ്റവും വലിയ ഇത്. എന്റെ മോള് പഠിക്കുമ്പോൾ അവരുടെ വിജയം വരുമ്പോൾ, ആ റിസൾട്ടിന് വേണ്ടി അവര് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞങ്ങളെ കണ്ടിട്ട് അവര് പഠിച്ച ഉപവാസ പ്രാർത്ഥന അവര് മറക്കാതെ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്റെ മോൻ വെള്ളം മാത്രം വൈകിട്ട് കുടിച്ചോണ്ട് പൂർണ്ണമായി 3 ദിവസം ഹോസ്റ്റ് ഇരുന്നിട്ട് ഒരു എക്സാമിന് പോയി എഴുതി. ആ എക്സാമിന് അവൻ പാസ്സായി. അനുഗ്രഹീതമായ റിസൾട്ട് ആയിരുന്നു. അതിനുശേഷമാണ് അവന്റെ മാസ്റ്റർ സ്റ്റഡിക്കൊക്കെ സ്കോളർഷിപ്പോട് കൂടി ദൈവം വഴി തുറന്നത്. ദൈവം എത്ര വിശ്വസ്തനാണെന്ന് ഞാൻ ഇന്ന് ചിന്തിക്കുകയാണ്. 2 മക്കളും ദൈവത്തെ മുറുകെ പിടിക്കാൻ തയ്യാറായി. അവസാന നിമിഷത്തിൽ എന്റെ മോടെ അഡ്മിഷൻ BSc നഴ്സിംഗിന്റെ ഇവിടെ ഏറ്റവും വലിയ ദൈവകൃപയിൽ ആശ്രയിച്ചുള്ള ഒരു മെഡിക്കൽ കോളേജിലേക്ക് അവളെ ദൈവം ഗവൺമെന്റ് സീറ്റിലൂടെ നയിക്കാനിടയായി തീർന്നു. പക്ഷെ അതിന്റെ ഒറ്റ ദിവസം മാത്രം അവശേഷിക്കുക 2 കോളേജിൽ ഓപ്ഷൻ കിടക്കുമ്പോൾ, ബാപ്റ്റിസ്റ്റ് കോളേജിൽ നിന്ന് അഡ്മിഷൻ വരാൻ ലേറ്റ് ആയി നിൽക്കുമ്പോൾ, ഇവിടെ വൈദേഹി മെഡിക്കൽ കോളേജിലുള്ള അഡ്മിഷന് വേണ്ടി ആഗ്രഹിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ടാണ് അവിടെ അഡ്മിഷൻ വിത്ത് സ്കോളർഷിപ്പോട് കൂടി ദൈവം ഗവൺമെന്റ് സീറ്റ് തരാനായിട്ട് ദൈവം കരുണ കാണിച്ചു. നോക്കണം ദൈവത്തിന്റെ എത്ര വിശ്വസ്തതയാണെന്ന് നോക്കണേ. പക്ഷെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നത്, നിങ്ങളുടെ അഡ്മിഷൻ ഗ്രാൻഡ് ആയി ഗവൺമെന്റ് സീറ്റ് എന്ന്. ഞാൻ പറഞ്ഞു, സോറി, അത് വേറെ ആർക്കെങ്കിലും കൊടുക്കുക, ഞങ്ങളുടെ മോക്ക് അഡ്മിഷൻ ദൈവം തന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ എത്ര കരുണയാണ്, നമ്മളെ കുറിച്ചുള്ള കരുതൽ എത്ര വലുതാണ്. ഇന്നും എന്റെ വീട്ടുകാർ എന്നോട് ഒരു വാക്കും ചോദിക്കാറില്ല എന്താണ് നടക്കുന്നത്. ചില കല്യാണത്തിനൊന്നും വിളിക്കാറില്ല. കഴിഞ്ഞ ദിവസമാണ് എന്റെ ജ്യേഷ്ഠന്റെ മോന്റെ വിവാഹം നടന്നത്. അവരൊരു സൺഡേയിലാണ് വിവാഹം ഫിക്സ് ചെയ്തത്. അവർക്കറിയാം സൺഡേയിലാണ് എനിക്ക് പോകാൻ പറ്റില്ലെന്ന്. ഞാൻ പറയാം, സോറി, ഇന്നും നല്ല സ്നേഹത്തിലാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ ഇരിക്കുക. എന്റെ മൂത്ത ബ്രദർ മാത്രമേ ഉള്ളൂ. അവർ കുടുംബമായിട്ട് 2 മക്കളുമായിട്ടായിരിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, സോറി, എനിക്ക് സൺഡേയിലായതുകൊണ്ട് വിവാഹത്തിന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നാട്ടിൽ പോയിട്ട് ഞാൻ 5 വർഷത്തിലധികമായി. കാരണം പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു ശുശ്രൂഷയാണ് ഞങ്ങൾ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ വിട്ടെങ്ങും പോകാൻ പറ്റില്ല. ദൈവത്തിന്റെ കൃപയാൽ ഈ ശുശ്രൂഷ ക്രിസ്തുവിൽ ജയത്തോടെ ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടുപോകുന്നു. ദൈവത്തിന്റെ മഹാകരുണയാൽ ഇന്നും ഇതിന്റെയൊക്കെ സ്ട്രോങ് സപ്പോർട്ടീവായ ഒത്തിരി പേരെ ദൈവം നിർത്തിയിട്ടുണ്ട്. ഒരു യോഹന്നാൻ ബ്രദർ, അദ്ദേഹത്തെയൊക്കെ പരിചയപ്പെടുന്നത് ഭയങ്കര അത്ഭുതകരമായ ഒരു പ്രത്യേക മുഖാന്തരങ്ങളിലാണ്. ചർച്ച് മിനിസ്ട്രിയുടെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, പ്രതികൂലത്തിന്റെ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് യോഹന്നാൻ എന്ന് പറയുന്ന ഒരു ബ്രദറിനെ ഞാൻ പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുകയും അവരുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തിയ ഒരു ബൈബിൾ സ്റ്റഡി അവിടെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. മർത്തോമ ഫാമിലിയിലാണ് അവരുള്ളത്. പക്ഷെ എങ്കിലും ദൈവത്തിന്റെ കരുണ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നു.
വലിയ വ്യത്യാസം അതിനുശേഷം. വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞ് എവിടൊക്കെ പോയി ഏതൊക്കെ വീട്ടിൽ പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം തന്നിട്ടുണ്ടോ അവിടൊക്കെ ഞങ്ങൾ കാലി ചവിട്ടി പ്രാർത്ഥിച്ചു. ആ വീട്ടിന്റെ അവസ്ഥ, അവരുടെ ബിസിനസിന്റെ അവസ്ഥ, അവരുടെ തലമുറയുടെ അവസ്ഥയൊക്കെ ദൈവം കംപ്ലീറ്റ്ലി വ്യത്യാസപ്പെടുത്തി. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ള കുടുംബങ്ങളാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ മിനിസ്ട്രിയുടെ ഫിനാൻഷ്യൽ സോഴ്സ് എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, അവർ തരുന്ന നന്മ, ദൈവം അവരിലൂടെ തരുന്ന നന്മകൾ. പിന്നെ ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസികൾ, കർത്താവിന്റെ മഹാകരുണയാൽ നല്ലൊരു കൂട്ടം വിശ്വാസികളെ, സ്നേഹിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കന്നഡ ചർച്ചിലും മലയാള ചർച്ചിലും തന്നിട്ടുണ്ട്. അതിനകത്ത് എല്ലാ ആൾക്കാരും ഉണ്ട്. തമിഴ്, ഞാൻ പറഞ്ഞല്ലോ, തമിഴ് പ്രദേശത്തുണ്ട്. അവരൊക്കെ ഞങ്ങളുടെ വളരെ സ്ട്രോങ് പ്രെയർ സപ്പോർട്ടേഴ്സും ഫിനാൻഷ്യൽ സപ്പോർട്ടേഴ്സുമായി ദൈവം നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞ 7-8 വർഷത്തോളമായി ഒരിടത്തും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഫിനാൻഷ്യലായിട്ട് ഞങ്ങൾ ആരോടും ചോദിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ദൈവം ക്രിസ്തു യേശുവിൽ ജയോത്സവമായി ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തം പരമായി ഞങ്ങളെ നടത്തുന്നു. ഇന്നോ ഞങ്ങളുടെ അമ്മച്ചി വരുമ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര സർപ്രൈസ് ആണ്. കർത്താവ് ഇത്രത്തോളം ഞങ്ങളുടെ മിനിസ്ട്രിയെ സഹായിച്ച് അനുഗ്രഹിച്ചത് ഓർത്ത്. അപ്പൊ ഇപ്പോഴും ഞങ്ങൾ വിളിക്കും, അമ്മച്ചി ഇങ്ങ് പോരെ, വയനാടൊക്കെ ഇപ്പൊ അറിയാമല്ലോ പ്രശ്നമൊക്കെ ഉണ്ടായതിനു ശേഷം. അമ്മച്ചി പറയില്ല, ഞാൻ ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ട് സന്തോഷത്തോട് പോയി. എന്നും വളരെ ശക്തമായി ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മച്ചിയുണ്ട്. അവിടെ തന്നെയല്ല, അവിടുത്തെ സഭകള്, വിശ്വാസികളൊക്കെ ഉണ്ട്. എത്ര സ്നേഹമാണ് നമ്മളെ ദൈവം സ്നേഹത്തോടെ വിളിച്ച് കർത്താവിന്റെ വേലയിലായിരിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ സാക്ഷ്യമാണ് എനിക്കുള്ളത്. ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഡിപ്ലോമയ്ക്ക് പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ 1.5 വർഷം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ അങ്കിളുണ്ട്, ഒരു അമ്മാച്ചൻ, ഒരു കസിൻ അങ്കിള്. അദ്ദേഹം ഞാൻ വരുന്നത് കണ്ടിട്ട് സിഗരറ്റ് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ സിഗരറ്റ് താഴെ ഇട്ടിട്ട് ചെരുപ്പ് കൊണ്ട് അതിന്മേൽ നിന്നിട്ടാണ് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത്, എന്നെ വിളിക്കാൻ തുടങ്ങിയത് പാസ്റ്റർ എന്നാ, ഉപദേശി എന്നാണ്. അങ്ങനെ എൻ്റെ ദേശത്ത് ഒരു വലിയ സാക്ഷ്യമാണ്. അത് കഴിഞ്ഞ് ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞ് ഞാൻ ആദ്യം വന്നിട്ട് എൻ്റെ ദേശത്തുള്ള ഒരു കോളനി ഉണ്ട്, എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ആ ജംഗ്ഷനിൽ, ആ കോളനിയിലൊക്കെ ഞാൻ മൈക്ക് വെച്ച് പരസ്യവും നടത്തി. അതിനുശേഷം റാന്നിയിൽ ഇട്ടിയപ്പാറ, ഏതൊക്കെ കവലകൾ എനിക്ക് കിട്ടിയോ അവിടൊക്കെ ഞാൻ പോയി കർത്താവിന് വേണ്ടി സാക്ഷ്യം പറഞ്ഞു വചനം പ്രസംഗിപ്പാൻ. വഴിവെക്കൽ നിന്ന് പരസ്യയോഗത്തിനും പല സ്ഥലങ്ങളിൽ, തിരുവനന്തപുരത്ത് ചെറിയ യൂത്തിന്റെ മീറ്റിംഗ് നടക്കുമ്പോൾ കൺവെൻഷനിലൊക്കെ പ്രസംഗിക്കാനും സാക്ഷ്യം പറയാനുള്ള അവസരം സർവകൃപാലുവായ കർത്താവ് എനിക്ക് പലപ്പോഴും തന്നിട്ടുണ്ട്. ഇന്ത്യയിൽ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു. ബാംഗ്ലൂർ പട്ടണത്തിൽ എന്നെ ആക്കിയിരിക്കുന്നു. ഇനിയും ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇനി ചെറിയ ചെറിയ പ്രവർത്തനത്തിന്റെ പ്രൊജക്ടുകൾ മുന്നിലുണ്ട്. അതിനുവേണ്ടിയുള്ള വാതിലുകൾ തുറക്കാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവ് അതിനുവേണ്ടിയുള്ള സാഹചര്യം ഒരുക്കട്ടെ. വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന ഇവിടെ നമ്മുടെ ചർച്ചിൽ പകല് കഴിഞ്ഞാൽ വൈകിട്ടത്തെ ഉപവാസ പ്രാർത്ഥന എൻ്റെ വൈഫാണ് വില്ലേജിൽ പോയി കന്നഡയിൽ പ്രസംഗിക്കുകയും ആ മീറ്റിംഗ് നടത്തുകയും ചെയ്യുന്നത്. അവിടെ ഒരു നല്ല കൂട്ടത്തെയും ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെ വിവിധ തരത്തിൽ ചെറിയ പ്രവർത്തനങ്ങളുമായി കർത്താവ് നടത്തുന്നു. ഞാൻ എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ ഒരു മനുഷ്യനും അറിയപ്പെടാത്ത ദൈവം മാത്രം അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷകനും കുടുംബമായി ഞങ്ങളെ ദൈവം ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നും ഞങ്ങൾക്കൊരു വെബ്സൈറ്റോ ഞങ്ങൾക്കൊരു മറ്റ് രീതിയിലുള്ള പബ്ലിസിറ്റിയോ ഒന്നുമില്ല. ദൈവത്തിന്റെ കൃപയാൽ 19ാമത്തെ വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു ചിൽഡ്രൻസ് ഹോം മിനിസ്ട്രി. എന്നാൽ ചർച്ച് മിനിസ്ട്രി കഴിഞ്ഞ 20 വർഷക്കാലം പൈനർ മിനിസ്ട്രി ചെയ്ത് ഇത്രത്തോളം കടന്നു വന്ന് ഇപ്പോൾ ഒരു പുതിയ ആരാധനയും കൂടെ ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ലേവട്ടിൽ നമ്മുടെ ഒരു വിശ്വാസിയുടെ വീടിന്റെ മുകളിൽ ഫുള്ള് ഹോള് പണിത് ഞങ്ങൾക്ക് ആരാധനയ്ക്കായി തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്ത് വാടകയ്ക്ക് എടുത്ത് അതിനകത്ത് നല്ലൊരു കൂട്ടത്തെ ദൈവം, ചെറിയൊരു കൂട്ടത്തെ ദൈവം ആരാധനയ്ക്കായി തന്നു. കർത്താവ് എത്ര വിശ്വസ്തനാണെന്ന് അറിയാമോ? ഈ ഒരു ദിവസം ഞാൻ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസ്ഥനിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, ഞങ്ങൾ പുതിയൊരു ആരാധന തുടങ്ങാൻ ഈ ഞങ്ങളായിരിക്കുന്ന ബിദരഹള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ആഗ്രഹിക്കുന്നു. കർത്താവ് അതിനുള്ള സ്ഥലം ഒരുക്കണമേ. ഞങ്ങൾ ഒത്തിരി സ്ഥലം, വലിയ വലിയ ഹോളുകൾ പോയി നോക്കി, ഭയങ്കര വാടകയാ പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ ഒരു സഹോദരൻ വീട് പണിയാൻ തുടങ്ങി. ആ സഹോദരൻ പറഞ്ഞു, ഞങ്ങളെ ഞാൻ മോളിൽ ഒരു വീട് പണിയുക, ഒരു വീടെന്ന് പറഞ്ഞാൽ ഹോള് പോലെ പണിയുക, അതൊരു പ്രേയറിന് വേണ്ടി ഞാൻ മാറ്റാൻ ആഗ്രഹിക്കും. നോക്കി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരു സ്ഥലം കിട്ടാൻ വേണ്ടി. അപ്പൊ വീട്ടുകാർ വരെ ചിന്തിച്ചു കാണും, ഇവൻ എന്ത് കാണിക്കാൻ ഈ വീട്ടിന്റെ മേളിൽ ഓട് പണിയാൻ പോകുന്നു, ചർച്ച തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ ചിന്തിച്ചു കാണും. പക്ഷെ ഞാൻ ഇന്നും ഓർക്കുക, എബി എന്ന് പറഞ്ഞ ബ്രദറ്, ഇത് ഒരു വലിയ അനുഭവമാണ് ദൈവദാസനെ. കാരണം അത് ഞങ്ങളുടെ അച്ഛന്റെ അമ്മാച്ചന്റെ കൊച്ചുമോനാണ്. നോക്കണേ, പപ്പയുടെ എവിടെ ഞാൻ പോയോ അവിടെ നിന്ന് സുവിശേഷം കേട്ട് അവരെ ഇവിടെ കൊണ്ടുവന്നൊരു വീട് പണിത് അതിന്റെ മുകളിൽ ഒരു പ്രയർ ഹോൾ ദൈവം പണിയാൻ ആ ബ്രദറിന് ആരും പറയാതെ ഒരു പ്രേരണ കൊടുത്തപ്പോൾ എല്ലാരും ചിന്തിച്ചു, എന്താണ് ഇങ്ങനെ ചെയ്യുന്നതല്ലേ? വീട് പണിത് കൊടുത്താൽ വലിയ വാടക കിട്ടുമല്ലോ ബാംഗ്ലൂരിലെ. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദൈവം മുന്നമേ അത് പ്ലാൻ ചെയ്തിരുന്നെന്ന് എനിക്ക് വേണേ പറയാൻ പറ്റും. അങ്ങനെ മനോഹരമേറിയ ഒരു ഹാള് പണിത് വന്നു. അതിനകത്താണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ആരാധന നടക്കുന്നത്. സെക്കൻഡ് സർവീസ് ദൈവത്തിന്റെ മഹാകരുണയാൽ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയട്ടെ,
അവന് എത്ര വലിയ കാര്യമാണ് ദൈവം അടച്ചത്. അങ്ങനെ ഒരു 21 ദിവസം ഉപവാസം കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഈ പ്രയറിന്റെ ഹോള് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കൊരു 40 ചെയർ വേണം, ഒരു മിക്സർ സെറ്റ് വേണം, ഒരു ഗ്ലാസ് പുൽപ്പെറ്റ് വേണം, മൈക്ക് സെറ്റ് വേണം, സ്പീക്കർ വേണം, ദൈവം എനിക്ക് തരണമെന്ന് പറഞ്ഞു. ദൈവദാസൻ അറിയാമോ, ഈ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് 21 ദിവസം കഴിഞ്ഞ് ഞാൻ അതിന്റെ 21 ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഞാൻ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വിങ്ങർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവദാസനെ എനിക്ക് തിരിച്ചു വരുമ്പോ ഒരു കോൾ വരികയാണ്, പാസ്റ്റർ ജീവൻ സാമാണോ? ഞാൻ പറഞ്ഞു അതെ. അപ്പൊ ഞാനൊരു പാസ്റ്ററാണ്, ഞാനൊരു ദൈവദാസനാണ്, ശുശ്രൂഷയിലായിരുന്നു ആയിരിക്കുന്ന ഒരു ദൈവദാസനാണ്. ദൈവദാസൻ ദയവായിട്ട് ഇവിടെ വരെ ഒന്ന് വരാമോ? ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ പ്രാർത്ഥനാ റൂമിൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസന്റെ പേര് പറഞ്ഞു. ഇത്രയും സാധനം ജീവൻ സാം എന്ന് പറയുന്ന വ്യക്തിക്ക് പാസ്റ്റർക്ക് നീ കൊടുക്കണമെന്നുള്ള ദൈവശബ്ദം ഞാൻ കേട്ടു. അതുകൊണ്ട് ഞാൻ ദൈവദാസനെ വിളിച്ചതാ. അപ്പൊ എന്നോട് ചോദിച്ചു എന്തൊക്കെയുണ്ട് ദൈവദാസനെ? അപ്പൊ ആ ദൈവദാസൻ പറയാണ്, കർത്താവിന്റെ ദാസനെ ഒരു 45 ചെയർ, വെളുത്ത ചെയർ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വെളുത്ത ചെയർ, മിക്സർ സെറ്റ് ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഓവർ ഹെഡ് പ്രൊജക്ട്, അതിന്റെ സ്ക്രീന്, പിന്നെ കുറെ പാത്രങ്ങള്, മൈക്ക് സിസ്റ്റം, അതെല്ലാം വളരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇതെല്ലാം വിളിച്ചിട്ട് എന്നോട് കൊണ്ടുപോകാൻ പറയുകയാണ്. ഞാനും എന്റെ വൈഫോട് അത് കാണാൻ ചെന്നപ്പോൾ, ദൈവദാസനെ, ഞാൻ പ്രാർത്ഥിച്ചതിനേക്കാൾ ഉപരിയായി അതിന്റെ വില മതിക്കാൻ പറ്റില്ല, അതിന്റെ വില മതിക്കാൻ പറ്റില്ല. ഇതെല്ലാം എനിക്ക് വേണ്ടി ദൈവം കരുതിയിരുന്നു, നമ്മുടെ ചർച്ചിന് വേണ്ടി ദൈവം കരുതിയിരുന്നു. ഇന്ന് ഞങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ ചർച്ചിൽ വന്നാൽ ദൈവദാസനെ കാണാൻ പറ്റും. ഈ സിസ്റ്റം മൊത്തം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിസ്റ്റമാണ്, വളരെ കോസ്റ്റ്ലി ഉള്ള, ഏകദേശം 3-3.5 ലക്ഷം രൂപ അതിന് മുകളിൽ വില വരും. അതിന്റെ കോഡ്ലെസ് മൈക്കിനൊക്കെ ഏകദേശം 2 എണ്ണത്തിലൂടെ 40,000-60,000 രൂപ വില മേളിൽ വരും. ഷുവറിന്റെ മൈക്ക് സെറ്റ്, കോഡ്ലെസ് മൈക്ക് സെറ്റ്, മിക്സർ സെറ്റ്, ഓവർ ഹെഡ് പ്രൊജക്ടിനൊക്കെ ഭയങ്കര കോസ്റ്റ്ലി വിലയാണ്. 2-2.5 ലക്ഷം രൂപ മേളിൽ വരും. അങ്ങനെ ചെയർ 45 എണ്ണം, ഞാൻ 40 എണ്ണമാണ് ചോദിച്ചത്, പക്ഷെ 45-ൽ പരം വൈറ്റ് ചെയർ ഞാൻ ചോദിച്ചതുപോലെ തന്നെ. ദൈവം എത്ര വിശ്വസ്തനാണ്. കർത്താവിന്റെ വേല വിശ്വസ്തയോടെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അവൻ നമുക്കൊന്നിനും കുറവ് വരുത്തുകയില്ലെന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഈ പറയുന്ന സാക്ഷ്യം. എന്നെ ഈ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും, വീക്ഷിക്കുന്നവര്, നിങ്ങൾ ശുശ്രൂഷയിൽ മനസ്സുമെടുത്ത് ഞെരുങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ രാത്രി യാമങ്ങളിൽ എഴുന്നേറ്റ് മുട്ടുമടക്കി നോക്കി 3 മണിയാവുമ്പോൾ ഒരു പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ച് കരം കോർത്തു. ഞാനും എന്റെ വൈഫ്, കുഞ്ഞുങ്ങൾ ഉറങ്ങിയ, പക്ഷെ അപ്പോഴൊക്കെ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ നടുവിൽ എത്ര പെട്ടെന്ന് ആ മറുപടി തന്നറിയാമോ? ഞാൻ പറഞ്ഞില്ലേ, 21 ദിവസം വാസം കഴിഞ്ഞതിന് ശേഷം സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കല് ഞങ്ങളുടെ പഴയ ചിൽഡ്രൻസ് ഹോമിന്റെ റെന്റഡ് സ്ഥലം, പഴയ ചിൽഡ്രൻസ് ഹോമിന്റെ റെന്റഡ് സ്ഥലം, അവിടെ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാൻ എനിക്ക് പൈസ ഇല്ല. ഒരു ദിവസം അരി തീർന്നു. ഇത്രയും കുഞ്ഞുങ്ങളുണ്ട്, അന്ന് 19 കുഞ്ഞുങ്ങളെ ഉള്ളൂ. അരി തീർന്നു. പക്ഷെ ഞാൻ അവിടെ ഭാരത്തോടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അവിടെ പോകുമ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞ് ബൈബിൾ സ്റ്റഡി കഴിയുമ്പോൾ എല്ലാ മാസവും ആ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞ് അവർ 500 റുപ്പീസ് തരും. പക്ഷെ അന്ന് എന്തോ കാരണത്താൽ അവർ മറന്നുപോയി, ഫ്രിഡ്ജിന്റെ മേളിൽ കവർ വെച്ചു. ഞങ്ങൾ പെട്ടെന്ന് രാത്രി ബൈബിൾ സ്റ്റഡി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട്ടിലെ കുക്കി ചോദിച്ചാൽ നാളെ അരിയില്ല. അപ്പൊ എന്റെ വൈഫും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത്രയും നാൾ അരി ഉണ്ടായിരുന്നു, പക്ഷെ നാളെയല്ലേ അരിയില്ലാത്ത, ഇന്നുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പിറ്റേ ദിവസം നടന്നത്, ഒരു വില്ലേജിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ആ വില്ലേജിൽ നിന്ന് ഒരു ഫാമിലി ഓട്ടോയിൽ വരാമെന്ന് പറഞ്ഞ ഒരു ഓട്ടോയിൽ വന്ന അന്നത്തെ ദിവസം ഏകദേശം 35 കിലോ അരി അരിയായിട്ട് തന്നെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചു. ഞാൻ പറയട്ടെ ദൈവദാസനെ, ഇന്ന് വരെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ചിൽഡ്രൻസ് ഹോമിലോ ഞങ്ങളുടെ കുടുംബത്തിലോ അരിയില്ലാതെ വന്ന ഒരു ദിവസം ഉണ്ടായിട്ടില്ല. എപ്പോഴും അരി ഇവിടെ സ്റ്റോക്കാണ്. ഏറ്റവും കുറഞ്ഞത് 10-20 കിലോ 25 കിലോ അരി കാണും. ഇന്ന് 50 കുഞ്ഞുങ്ങൾ ഫീഡ് ചെയ്യപ്പെടുന്നു. അവർക്കെല്ലാം ദൈവം ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങളോട് ജയോത്സവമായി ക്രിസ്തുവിലുള്ള അനുഗ്രഹം തന്ന് മാനിച്ച് ഒരു നന്മയ്ക്കും മുട്ടില്ലാതെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തും. ഇന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ. ഒരിക്കൽ എനിക്ക് 3.5 വയസ്സ് കിട്ടിയ ഒരു കുഞ്ഞുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന ചുണ്ടനങ്ങുന്ന കണ്ടിട്ട് അവൻ വന്നതിന്റെ അടുത്ത ഒരാഴ്ച കൊണ്ട് ഇവിടെ എല്ലാവരും ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന കണ്ടിട്ട് അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ലോർഡ് ജീസസ് ഗീവ് മീ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി വിത്ത് ഐസ്ക്രീം ആൻഡ് ഓൾസോ ചോക്ലേറ്റ്. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും നോക്കി ചിരിച്ചു. കാരണം അവൻ ലേൺ ചെയ്ത് ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. പക്ഷെ അടുത്ത 2 ദിവസത്തിനകം ബർത്ത്ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കും ചിക്കൻ ബിരിയാണിയും ചോക്ലേറ്റും ഐസ്ക്രീമും ഇവിടെ വന്ന്
ആ ഒരു അനുഭവമാണ് ഇവിടെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളത്. അവർ ഞങ്ങളുടെ കൂടെ താമസിച്ച പ്രാർത്ഥന ജീവിതവും വിശ്വാസവും കണ്ടിട്ട് അവർ കർത്താവിനെ ഉയർത്തുന്നവരായി തീർന്നു. ഇന്ന് എന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ എത്ര വലുതെന്ന് പറഞ്ഞു തീരാത്ത ദാനം എത്രയുണ്ടെന്ന്, ആമേൻ, അളവറ്റ എണ്ണമറ്റ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നും നടന്നിട്ടുണ്ട്. ഒരിക്കലും കറണ്ട് ബില്ലുകളോട് കൊടുക്കാൻ കഴിയാതെ പോകുന്ന അവസരത്തിൽ, കൊടുക്കാൻ സാമ്പത്തികമില്ലാതെ പോകുന്ന അവസരത്തിലാണ് ഞാൻ ബൈക്കിൽ പോയി തിരിച്ചു വരുമ്പോൾ ഒരു മഴ ചാറി. അപ്പൊ മഴയെ സേവ് ചെയ്യാൻ വേണ്ടി ഇടവഴിയിലൂടെ കയറി പെട്ടെന്ന് വരാൻ വേണ്ടി വിടുമ്പോഴാണ് എന്റെ മുമ്പിൽ ഒരു 800 മാരുതി കാറ് പോയി. അതിനകത്തുനിന്ന് കറക്റ്റ് കറണ്ട് ബില്ല് കൊടുക്കാനുള്ള പൈസ വീണ് കിടക്കുകയാണ് റോഡിൽ. അതിനകത്തേക്ക് വീഴുന്ന കണ്ടുകൊണ്ട് ഇത് പെറുക്കി ഞാൻ പെട്ടെന്ന് ബൈക്ക് പെട്ടി ചെല്ലുമ്പോൾ മഴയായതുകൊണ്ട് അവർ ഇതുവഴി പോയെന്ന് എനിക്ക് അറിയില്ല, തിരിച്ചു കൊടുക്കാൻ പോയതാ. പക്ഷെ ആ പൈസ വീട്ടിൽ വന്ന് ഞാൻ എണ്ണുമ്പോൾ കറക്റ്റ് കറണ്ട് ബില്ല് കൊടുക്കാനുള്ള പൈസ ആ കാറിനകത്തുനിന്ന് വീണ് കിടന്ന റോഡിൽ ഞാൻ പെറുക്കൊണ്ട്. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ, നീ ദരിദ്രനെ അവൻ ഓർക്കുന്ന ദൈവമാണ്, നീ സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവമാണല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം കടന്നു വന്ന് ഞാൻ കറണ്ട് ബില്ല് കിട്ടി. അപ്പോൾ എന്റെ വൈഫ് പറഞ്ഞു, റോഡിൽ കിടന്നത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്ന്. അങ്ങനെയുള്ളൊരു വൈഫാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ദൈവത്തിന്റെ എല്ലാ ദാന നിമിത്തം ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇതാണ് എന്റെ ചെറിയ സാക്ഷ്യം. ഇന്ന് രാത്രി എനിക്ക് നൽകിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഫിന്നി പാസ്റ്റർക്കും ആസാദി ടിവിയിലുള്ള നന്ദിയെ ഞാൻ പ്രകാശിപ്പിക്കുന്നതിനുള്ള അവസരം മുഖാന്തരമായത് എബ്രഹാം വർഗീസ് ബ്രദറാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ ഒരു ദൈവദാസം വിളിക്കും ബോംബെയിൽ നിന്ന്, പാസ്റ്റർ ജീവൻ സാം, ആമേൻ, പറ്റുമെങ്കിൽ ടെസ്റ്റ് മണി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്റെ നന്ദിയെ ഞാൻ ഓർപ്പിക്കുന്നു. ബിജു ബ്രദറിന് ഒരിക്കൽ കൂടി എന്റെ നന്ദിയെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട് ഞങ്ങളെ സഹായിക്കാനുള്ള ഒരു ദൈവം നിർത്തിയിരിക്കുന്ന ഒരു അത്ഭുതങ്ങളൊക്കെ ഒത്തിരി പറയാനുണ്ട്. ഒരു ജോർജെങ്കിലും ഫാമിലിയും വന്ന കാര്യങ്ങളൊക്കെ അവർ ഇന്നും ഞങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടീവായി നിൽക്കുന്നു. ദൈവത്തിന്റെ മഹാകരുണയിൽ അവരെ ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട മിനിസ്ട്രി ചെയ്യുവാൻ കർത്താവ് എനിക്ക് കൃപ തന്ന കുടുംബമായി ഞങ്ങളെ ദൈവം നിർത്തിയിരിക്കും. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ആഴ്ചയിൽ ഞങ്ങളുടെ ലൈസൻസിന്റെ റിന്യൂവലിന്റെ പ്രോസസ്സ് നടക്കുകയാണ്. പ്രത്യേകിച്ച് കർണാടക സ്റ്റേറ്റിന്റെ ലൈസൻസ് ഞങ്ങൾക്ക് റിന്യൂവൽ ആയി കിട്ടണം. പ്രത്യേകിച്ച് ദൈവദാസൻ പ്രാർത്ഥിക്കണം. നിങ്ങൾ എല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇവരുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്ന എനിക്ക് 2 കുഞ്ഞുങ്ങൾ, ജോനത്താൻ, ഹന്ന, എന്റെ വൈഫിന്റെ പേര് ജിഷ. അവൻ ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ പേരിലായിരിക്കും. ഞങ്ങളുടെ കൂടെ അനവധി കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. വിശ്വാസ ജീവിതത്തിന് ഇറങ്ങിയപ്പോൾ അന്ന് ഒരു വയർ നിറയാനുള്ള, അല്ലേ, അതെങ്ങനെ നിറയും എന്നുള്ള ചോദ്യങ്ങൾ വന്ന സമയത്ത് ഇന്ന് അനേക കുഞ്ഞുങ്ങളുടെ ചില സമയത്ത് മോക്ക് പാല് മേടിച്ച് ചായ ഇട്ട് കൊടുക്കാൻ പോലും പൈസ ഇല്ലാതിരുന്ന ആ പൈനിയർ മിനിസ്ട്രിയുടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അനേക കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിലധികം പാല് കൊടുത്ത് ആഹാരം കൊടുത്ത് പോഷിപ്പിക്കാൻ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കി. അല്പം കൊണ്ടും അധികം കൊണ്ടും പോഷിപ്പിക്കുന്ന ഒരു ദൈവത്തെ രുചിച്ചറിയാൻ പറ്റി. ഈ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അത് മനസ്സിലാക്കുക. ഈ ദൈവം നമ്മളെ ഒരു നാളും മറക്കില്ല, കൈവിടില്ല. എന്റെ അനുഭവമാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇന്നും ദൈവം ജീവിക്കുന്ന ദൈവം. ദൈവത്തിന്റെ സ്തോത്രം. വലിയ ശുശ്രൂഷയാ ചെയ്യുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ഷെൽട്ടർ മാത്രമല്ല, അവരുടെ വിദ്യാഭ്യാസം, ഭാവി എല്ലാം നമ്മൾ നിമിത്തം അനുഗ്രഹിക്കപ്പെടുകയാണ്. എനിക്ക് അനേക ദൈവദാസന്മാരെ അറിയാം. എനിക്ക് ചില ദൈവദാസന്മാരെ അറിയാം, അവർക്കൊരു വൈഡ് സ്കെയിലിൽ 50 പേരെയോ 100 പേരെയോ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് 1-2 മക്കളെയൊക്കെ പാർപ്പിച്ച് അവരെ പരിപാലിക്കുന്ന ദൈവദാസന്മാരെ എനിക്കറിയാം. അത് വലിയൊരു സമർപ്പണമാണ്, വലിയൊരു സമർപ്പണമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു വ്യക്തിയുടെ ജീവിതം, ഒരു കുഞ്ഞിൻ്റെ ജീവിതം മാറ്റുക. ഞാൻ കഴിഞ്ഞ സൺഡേ ഞങ്ങളുടെ ചർച്ചിൽ അങ്ങനെ ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം ഒരു കുഞ്ഞിനെ ഈ ദിവസങ്ങളിൽ കൊണ്ടുവന്നു. ഞാൻ അവനെ സ്റ്റേജിൽ വിളിച്ച് കയറ്റി. കയറ്റിയിട്ട് അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അവൻ്റെ മുഖത്തെ ചിരി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുവാനിടയായി തീർന്നു. ആ ദൈവദാസൻ ആ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യുന്നത് കൊണ്ട് ഏതോ ഒരു ചേരി കിടന്നൊരു കുഞ്ഞാണ്. സ്റ്റോറി പറഞ്ഞാൽ ആ കുഞ്ഞിന് ആധാർ കാർഡില്ല, ആ കുഞ്ഞിന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, അതുകൊണ്ട് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല. മഹാരാഷ്ട്ര അങ്ങനെയുള്ള ഒത്തിരി കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ കിട്ടിയിട്ടുണ്ട്. സത്യം, എൻ്റെ അറിവിൽ ഞങ്ങളുടെ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആ ഒരു പാസ്റ്റർ, ഞങ്ങളുടെ ചർച്ചിനോട് ചേർന്ന് ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ, ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് അവിടെ ഒരു ചേരിയിൽ ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല. അപ്പം കഴിഞ്ഞ ദിവസവും ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് പഠിപ്പിക്കാം, പക്ഷേ ഔദ്യോഗികമായിട്ട് അവർക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ പോലും അങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ ഭാവി മാറുകയാണ്, അവരുടെ ജീവിതം മാറുകയാണ്. അതൊരു വലിയ ശുശ്രൂഷയാണ്. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീവൻ സാം പാസ്റ്ററിനെ കുറിച്ചും അങ്ങനെ കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം വലിയ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്.
ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ പരിപാലിക്കുമ്പോൾ ദൈവം നമ്മളോട് കൂടെ നിൽക്കും. ദൈവത്തിൻ്റെ മക്കളാണ് അവരെ നമ്മൾ പരിപാലിക്കുമ്പോൾ. ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ചിന്തകളാണ് പറയുന്നത് കേട്ടോ പാസ്റ്ററെ. കഴിഞ്ഞ ദിവസം ഞാനൊരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു ടേബിളൊക്കെ ഇട്ടിട്ട് ചില കോളേജ് സ്റ്റുഡൻസ് മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പിരിവെടുക്കുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ ഉണ്ടല്ലോ ആനിമൽ റൈറ്റ്സിന് വേണ്ടിയൊക്കെ. അപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, മൃഗങ്ങൾക്ക് സംരക്ഷണം ആവശ്യമാണ്, പക്ഷേ അവർ ഭൂമിയുടെ അവകാശികളാണ്. ബഷീർ പണ്ട് പറഞ്ഞതുപോലെ അവർ ഭൂമിയുടെ അവകാശികളാണ്. കാക്കയ്ക്ക് ഒരു മരത്തിൻ്റെ ചില്ല വിട്ട് മറ്റൊരു മരത്തിൻ്റെ ചില്ലയിലേക്ക് ഓടിക്കയറാം, അല്ലേ? ഈ ഭൂമി മുഴുവൻ അവരുടെ അവകാശമാണ്. കാക്കയെ ആരും വിലക്കത്തില്ല. കാക്കയ്ക്കും പ്രോപ്പർട്ടി ടാക്സ് കൊടുക്കുന്നില്ല. പ്രാക്കളും അതുപോലെ തന്നെ. എൻ്റെ കിളിവാതിലുകളിൽ, എൻ്റെ ജനലുകളിലൊക്കെ പ്രാക്കൾ വന്ന് കൂട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ ഇളക്കി വിട്ടാൽ മറ്റൊരു ബിൽഡിങ്ങിൽ മറ്റൊരു കിളിവാതിൽ അവിടെ പോവും. പക്ഷെ മനുഷ്യക്കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ല പാസ്റ്ററെ. അവർക്ക് ഇവിടെ നിയമങ്ങൾ ബാധകമാണ്. ശരിക്കും ആനിമൽസ് അവർക്ക് എവിടുന്നെങ്കിലുമൊക്കെ ഭക്ഷണം കിട്ടും. ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടുന്ന നമുക്ക് ചുറ്റുമുള്ള ഒത്തിരി കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ കഴിയാതെ പോകുമ്പോൾ, കഴിഞ്ഞ സൺഡേയിൽ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ കുഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു കൊച്ചുമോൻ, അവൻ്റെ ചിരി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവൻ ഏത് ജാതിയോ ഏത് ഭാഷയോ അതൊന്നും ഒരു വിഷയമല്ല. അവൻ എന്തായാലും ഒരു മലയാളിയല്ല. അവന് ഏതോ ഉത്തരേന്ത്യയിലെ മാതാപിതാക്കളാൽ ജനിക്കപ്പെട്ട ഒരു കുഞ്ഞാണ്, കൊച്ചു കുഞ്ഞാണ്. ഒരു 3-4 വയസ്സേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ സൺഡേ ശുശ്രൂഷിക്കുമ്പോൾ അവൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു ഷെൽട്ടർ ഞാൻ കണ്ടു, ഒരു മേൽക്കൂര ഞാൻ കണ്ടു. ഞാൻ ആ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കുഞ്ഞിന് ഒരു ഷെൽട്ടർ ആവശ്യമാണ്, ആ കുഞ്ഞിന് തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂര ആവശ്യമാണ്. അപ്പം ഇത് നമുക്കറിയാമല്ലോ, പാസ്റ്ററും നമ്മൾ ഇങ്ങനൊരു സാക്ഷ്യം കൊണ്ടുവന്ന് പാസ്റ്റർ പറഞ്ഞ സന്ദർഭവശാലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ സൺഡേ ഞാൻ ചർച്ചിൽ ആ കുഞ്ഞിനെ സ്റ്റേജിൽ വിളിക്കുവാനിടയായി തീർന്നു. ഞാൻ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോടെല്ലാം പറയുന്നത്, ഈ യേശു കർത്താവ് തന്നെ പറഞ്ഞതാണ്, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. മനുഷ്യനാണ്, മനുഷ്യപുത്രനെന്ന് അവൻ വിളിക്കുമ്പോൾ അവൻ നമ്മുടെ എല്ലാം പ്രതിനിധിയാണ്. മനുഷ്യനാണ് തലചായ്ക്കാൻ ഇടമില്ലാത്തത്. പാമ്പിന് മാളമുണ്ട് പാസ്റ്ററെ. പാമ്പിന് പ്രോപ്പർട്ടി ടാക്സ് കൊടുക്കണ്ട. പറവകൾക്ക് ഇവിടെ നിന്ന് പറന്ന് രാജ്യത്തിൻ്റെ അതിർത്തി പോലും ഭേദിച്ച് മറ്റ് രാജ്യങ്ങളിൽ പോയി അഭയം പ്രാപിക്കാം. പക്ഷേ മനുഷ്യക്കുഞ്ഞുങ്ങൾ പാസ്പോർട്ടൊന്നും വേണ്ട പാസ്റ്ററെ, പാസ്പോർട്ടൊന്നും വേണ്ട. മനുഷ്യക്കുഞ്ഞുങ്ങൾക്ക് അവർക്കാണ് ശരിക്കും തലചായ്ക്കുവാൻ ഇടം വേണ്ടത്. ഇതൊരു വലിയ ചലഞ്ചായിട്ട് നമ്മൾ എടുക്കണം. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. ഈ പറഞ്ഞ മൃഗങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നവർ, പട്ടിക്കൊക്കെ ബിസ്ക്കറ്റ് കൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, കൊടുക്കട്ടെ അവർ. പക്ഷെ മനുഷ്യനെ മറന്നുകൊണ്ടുള്ള ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതിൻ്റെ സതുദ്ദേശം അത് എന്താണെന്ന് എനിക്കറിയില്ല, പോകട്ടെ. പക്ഷേ ദൈവമക്കൾ, നിങ്ങളുടെ മുൻപിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വരുമ്പോൾ, അങ്ങനെയുള്ള ദേവദാസന്മാർ അവരെ ശുശ്രൂഷിക്കുന്നവർ വരുമ്പോൾ അവരെ മറക്കരുത്. അത് വലിയ ഒരു ആത്മീക ശുശ്രൂഷയാണ്. ഈ ചെറിയവരിൽ ഒരുത്തരും നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. അത് യേശുവിന് ചെയ്തതിന് തുല്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സാംബശിവൻ ജീവൻ സാമായി മാറി അനേകർക്ക് അനുഗ്രഹമായി മാറിയ ഒരു നല്ല ജീവിതാനുഭവമാണ് നമ്മൾ കേട്ടത്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പാസ്റ്ററെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാസ്റ്റർ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി. പാസ്റ്റർക്ക് പ്രത്യേകമായി പാസ്റ്റർ പറഞ്ഞല്ലോ, പാസ്റ്റർ സൗഖ്യം പ്രാപിച്ചു, കഴിഞ്ഞ ദീർഘവർഷങ്ങളായി സൗഖ്യത്തോടു കൂടി ജീവിക്കുന്നു. അനേക രോഗികളുണ്ട്. അങ്ങനെ ചെറുതും വലുതുമാകുന്ന രോഗമുള്ള എല്ലാവർക്കും വേണ്ടി, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. അത് ഞങ്ങൾക്കൊരു സൗഖ്യമാകും, വിടുതലാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ചുരുക്കമായി പ്രാർത്ഥിക്കാം ദേവദാസനെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി സ്തോത്രം. ഇങ്ങനൊരു അവസരം അടിയന് അങ്ങേ സാക്ഷീകരിപ്പാൻ തക്കവണ്ണം ഒരുക്കിയതിനായി സ്തുതിക്കുന്നു. കർത്താവേ, ആസാദി ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസൻ ഫിനിപ്പാസിനെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. ഇതിന്റെ കോർഡിനേഷൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ വ്യൂവേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം അടിയൻ കർത്താവെ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചില രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകേണ്ടതിന് 107-ാം സങ്കീർത്തനം അതിന്റെ 20-ാം വാക്യം പറയുന്ന പ്രകാരം വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി വ്യാപരിപ്പിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളോട് ഇടപെടുന്ന ദൈവമാകയാൽ സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകിയ നല്ല അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായി നന്ദി. ഇതിന്റെ എല്ലാ മുഖാന്തരങ്ങളും ദൈവം അനുഗ്രഹിക്കണമേ. അനേകർ ഇതിലൂടെ ജീവനുള്ള സാക്ഷ്യമായി ഷെയർ ചെയ്യുമ്പോൾ അനേകർക്ക് അത് ആശ്വാസമായി, വിടുതലായി, സൗഖ്യമായി വന്ന് ഭവിക്കേണ്ടതിന് ഈ ടിവിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഒരു അത്ഭുതകരമായി മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവ സാന്നിധ്യം ഇരിക്കണം. ഞങ്ങൾക്കല്ല ഹോവയെ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ ദയം വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് തന്നെ മഹത്വം വരണമേ. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം. അറ്റ ചിലര് ഇതിലൂടെ ആശ്വാസം കണ്ടെത്തുവാൻ, ദൈവിക സ്പർശനമേൽക്കുവാൻ, രക്ഷിക്കപ്പെടുവാൻ, അവൻ ദൈവത്വങ്കിലേക്ക് ആനയിക്കപ്പെടുവാൻ ഇതൊരു മുഖാന്തരമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു പാസ്റ്റർ. God ഒത്തിരി bless you. സന്തോഷമുണ്ട് ഇത്രയും സമയങ്ങൾ Thank you. ഞങ്ങളോടൊപ്പം വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിൽ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. പാസ്റ്ററെയും Thank പാസ്റ്ററുടെ you. കുടുംബത്തെയും പാസ്റ്ററുടെ എക്സ്റ്റൻഡഡ് ഫാമിലി, പാസ്റ്ററോടൊപ്പം കഴിയുന്ന 50-ൽ പരം കുഞ്ഞുങ്ങളെയും എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരോട് Thank you. താങ്ക് യു പാസ്റ്ററെ. Okay. Thank you, Devasani. God bless you. Thank you. പ്രേക്ഷകരോട് നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ